പര്യന്തം കാത്തിടുമേ. യാക്കോബിൻ ദൈവം എന്നും നമുക്കുള്ളവൻ, നമ്മെ ജീവപര്യന്തം കാത്തിടുമേ. ഓരോ ദിവസവും കൃപ നൽകി നമ്മെ ഇമ്മാനുവേലവൻ താൻ നടത്തിയിടുമേ. ഓരോ ദിവസവും കൃപ നൽകി നമ്മെ ഇമ്മാനുവേലവൻ താൻ നടത്തിയിടുമേ. ഹല്ലേലൂയ, അവനാൻ രക്ഷകൻ. ഹല്ലേലൂയ, അവൻ സൗഖ്യദായകൻ. ഹല്ലേലൂയ, അവനാൻ രക്ഷകൻ. ഹല്ലേലൂയ, അവൻ സൗഖ്യദായകൻ. ഹല്ലേലൂയ, ശുദ്ധാത്മദായകൻ, നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിയിടുമേ. ഹല്ലേലൂയ, ശുദ്ധാത്മദായകൻ, നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിയിടുമേ. ആഴിയിൽ നാം കടന്നു പോയിടിലും അതു നമ്മെ കവിഞ്ഞിടാതെ കാത്തിടുമേ. ആഴിയിൽ നാം കടന്നു പോയിടിലും അതു നമ്മെ കവിഞ്ഞിടാതെ കാത്തിടുമേ. തീയിൽ നാമാകിലും ജ്വാല നമ്മെ തെല്ലും യശാദിമ്മാനുവേൽ താൻ നടത്തിയിടുമേ. തീയിൽ നാമാകിലും ജ്വാല നമ്മെ തെല്ലും യശാദിമ്മാനുവേൽ താൻ നടത്തിയിടുമേ. ഹല്ലേലൂയ, അവൻ ആത്മരക്ഷകൻ. ഹല്ലേലൂയ, അവൻ സൗഖ്യദായകൻ. ഹല്ലേലൂയ, അവൻ ആത്മരക്ഷകൻ. ഹല്ലേലൂയ, അവൻ സൗഖ്യദായകൻ. ഹല്ലേലൂയ, ശുദ്ധാത്മദായകൻ, നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിയിടുമേ. ഹല്ലേലൂയ, ശുദ്ധാത്മദായകൻ, നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിയിടുമേ. സാക്ഷാൽ രോഗങ്ങൾ അവൻ വഹിച്ചതിനാൽ, എല്ലാ വേദനയും അവൻ ചുമന്നതിനാൽ. സാക്ഷാൽ രോഗങ്ങൾ അവൻ വഹിച്ചതിനാൽ, എല്ലാ വേദനയും അവൻ ചുമന്നതിനാൽ. അടിവീണരാൽ അവൻ സൗഖ്യമാക്കി, എന്നും ഇമ്മാനുവേലവൻ താൻ നടത്തിയിടുമേ. അടിവീണരാൽ അവൻ സൗഖ്യമാക്കി, എന്നും ഇമ്മാനുവേലവൻ താൻ നടത്തിയിടുമേ. ഹല്ലേലൂയ, അവൻ ആത്മരക്ഷകൻ. ഹല്ലേലൂയ, അവൻ സൗഖ്യദായകൻ. ഹല്ലേലൂയ, അവൻ ആത്മരക്ഷകൻ. ഹല്ലേലൂയ, അവൻ സൗഖ്യദായകൻ. ഹല്ലേലൂയ, ശുദ്ധാത്മദായകൻ, എന്നെ നിത്യതയ്ക്കായി ഒരുക്കിയിടുമേ. ഹല്ലേലൂയ, ശുദ്ധാത്മദായകൻ, നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിയിടുമേ. സിയോൻ പ്രയാണികളെ ആനന്ദിപ്പിൻ, നമ്മൾ ദുഃഖവും നെടുവീർപ്പും ഓടിയിടുമേ. സിയോൻ പ്രയാണികളെ ആനന്ദിപ്പിൻ, നമ്മൾ ദുഃഖവും നെടുവീർപ്പും ഓടിയിടുമേ. നിത്യാനന്ദം നമ്മിൽ പകർന്നു നമ്മെ, എന്നും ഇമ്മാനുവേലവൻ താൻ നടത്തിയിടുമേ. നിത്യാനന്ദം നമ്മിൽ പകർന്നു നമ്മെ, എന്നും ഇമ്മാനുവേലവൻ താൻ നടത്തിയിടുമേ. ഹല്ലേലൂയ, അവൻ ആത്മരക്ഷകൻ. ഹല്ലേലൂയ, അവൻ സൗഖ്യദായകൻ. ഹല്ലേലൂയ, അവൻ ആത്മരക്ഷകൻ. ഹല്ലേലൂയ, അവൻ സൗഖ്യദായകൻ. ഹല്ലേലൂയ, ശുദ്ധാത്മദായകൻ, നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിയിടുമേ. ഹല്ലേലൂയ, ശുദ്ധാത്മദായകൻ, നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിയിടുമേ. ജയശാലിയായവൻ വന്നിടുമേ, എല്ലാ പ്രതിഫലവും അവൻ തന്നിടുമേ. ജയശാലിയായവൻ വന്നിടുമേ, എല്ലാ പ്രതിഫലവും അവൻ തന്നിടുമേ. ആത്മാവിനാൽ നമ്മെ ഇമ്മാനുവേലവൻ താൻ നടത്തിയിടുമേ. ആത്മാവിനാൽ നമ്മെ ഇമ്മാനുവേലവൻ താൻ നടത്തി
നടത്തിയിടുമേ. ഹല്ലേലൂയ, അവൻ ആത്മരക്ഷകൻ. ഹല്ലേലൂയ, അവൻ സൗഖ്യദായകൻ. ഹല്ലേലൂയ, അവൻ ആത്മരക്ഷകൻ. ഹല്ലേലൂയ, അവൻ സൗഖ്യദായകൻ. ഹല്ലേലൂയ, ശുദ്ധാത്മദായകൻ നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിയിടുമേ. ഹല്ലേലൂയ, ശുദ്ധാത്മദായകൻ നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിയിടുമേ. സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. ഈ അനുഗ്രഹീത രാത്രി വേളയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്തൃപാദപീഠത്തിലായിരിക്കുന്ന എല്ലാ വിലപ്പെട്ട ദൈവദാസന്മാർ, ദൈവമക്കൾ, വിശേഷാൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് പകൽക്കാലവും രാത്രിയിലും, പ്രത്യേകിച്ച് പകൽക്കാലം വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്ത് രാത്രിയിലെ ശുശ്രൂഷയ്ക്കായി കർത്താവിനാൽ നിയോഗിക്കപ്പെട്ട് നമ്മുടെ മധ്യയിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷിജോ പോൾ കോട്ടയം, പ്രിയ ജോബിൻ ജോസഫ്, സദസ്സിലായിരിക്കുന്ന ഉപവാസത്തിലൊക്കെ ആയിരിക്കുന്ന അനേക ദൈവദാസന്മാർ, പല വിശിഷ്ടരായ മറ്റ് ദൈവദാസന്മാർ, ഉപവാസത്തിലായിരിക്കുന്ന ദൈവജനം, ഭാഗ്യമായി പൂർണ്ണമായി പലരും ഉപവാസത്തിലായിരിക്കുന്നല്ലോ. എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എല്ലാവർക്കും ഈ സന്ധ്യയിൽ വന്ദനങ്ങൾ അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവം നമുക്ക് തന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഉപവാസ പ്രാർത്ഥനയുടെ ഏകദേശം പകുതി ദിനങ്ങൾ കഴിഞ്ഞുപോയി. ഇന്ന് 12ാമത്തെ രാത്രിയാണ്. ഹല്ലേലൂയ. കഴിഞ്ഞുപോയ ദിനങ്ങളൊക്കെ നമുക്ക് ദൈവം അനുഗ്രഹമാക്കി തീർക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മുൻപിൽ ഇനി അധിക ദിവസങ്ങൾ ഉപവാസ ദിനങ്ങളായിട്ടില്ല. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ നമ്മൾ ഈ കഴിഞ്ഞ ദിനങ്ങൾ കൊണ്ട് എന്ത് നേടി, എത്രമാത്രം ദൈവത്തോട് അടുത്തു, എത്ര കുറവുകൾ, എന്തെല്ലാം അവസ്ഥകൾ നമ്മൾ മനസ്സിലാക്കി, നമ്മൾ യഥാസ്ഥാനപ്പെട്ടു, എന്ത് നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു എന്നുള്ള ഒരു വലിയ ചിന്ത, ഒരു വലിയ വിലയിരുത്തൽ ഇന്ന് രാത്രിയിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. വരും ദിനങ്ങൾ ഹല്ലേലൂയ ചില ദിനങ്ങളുണ്ട്, അതിൽ അല്ലെങ്കിൽ ഇതുവരെ കഴിയാത്തത് എനിക്ക് എൻ്റെ ദൈവത്തിൽ നിന്ന് പ്രാപിപ്പാനിടയാകണം. എൻ്റെ ദൈവം വാസ്തവമായിട്ട് എന്നെ അനുഗ്രഹിക്കണം, സഹായിക്കണം. ഇതുവരെ പോയതുപോലെയല്ല, ഒരു യാക്കോബിൻ്റെ പകുതി ജീവിതം പോലെയല്ല, രണ്ടാമത്തെ ഭാഗം പോലെ, ഒരു മോശയുടെ ആദ്യത്തെ 40 വർഷം പോലെയല്ല, അടുത്ത ആദ്യത്തെ 80 വർഷം പോലെയല്ല, അടുത്ത 40 വർഷം പോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു പുതുക്കം തരുവാൻ കഴിവുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർ നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ഒരു വലിയ വിടുതൽ, അനുഗ്രഹം, നന്മ, ആത്മീയ നിറവ്, പരിശുദ്ധാത്മാവിൻ്റെ നിയോഗങ്ങൾ നമുക്ക് തരുവാൻ കഴിവുള്ള ഒരു കർത്താവ് ഇന്ന് രാത്രിയിലും കടന്നു വന്നിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ ദാസനെ ശക്തമായി നമ്മുടെ മധ്യയിൽ ദൈവവചനത്തിന് ശുശ്രൂഷകൾക്കായിട്ട് ആത്മാവിൽ ദൈവം ഉപയോഗിപ്പാനിടയായി. ഹല്ലേലൂയ. ഒരു നദിയുണ്ട് എന്നുള്ള വിഷയം, ആ നദിയിലേക്ക് ഇറങ്ങിയാലുള്ള അനുഭവം, ഒരു ദൈവം നമുക്ക് വേണ്ടി ഉണ്ട്, ആ ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യം മാത്രമല്ല, നമുക്ക് കോട്ടയായി കാവലായി ഒരു ദുർഗമുണ്ട് എന്നുള്ള വിഷയം. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ ആ വചനങ്ങൾക്കായി ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും പ്രതീക്ഷയോടെ, വളരെ പ്രത്യാശയോടെ, പ്രാർത്ഥനയോടെ നാം ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കുന്നുവെങ്കിൽ ദൈവം നിശ്ചയമായി നമ്മോട് സംസാരിപ്പാനിടയാകും. കർത്താവേ, എന്നെ ഒന്ന് തൊടണമേ. അവിടുത്തെ വചനം, അതിവേഗം ഓടുന്ന വചനം, അതയച്ചാൽ അത് വെറുതെ മടങ്ങി വരികയില്ല. ആ വചനമാണ് ഇന്ന് വരെയും നമ്മെ നിർത്തിയത്. ആ വചനം തന്ന സൗഖ്യങ്ങൾ, ആ വചനം തന്ന നിലനിൽപ്പുകൾ, ആ വചനം തന്ന ആലോചനകൾ, വഴികൾ, ഹല്ലേലൂയ, നമുക്ക് വേണ്ടിയുള്ളവരാണ്, അനുഭവസ്ഥരാണ് ഇതിന് മധ്യയിലായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ വരും ദിനങ്ങളിൽ നമ്മളെങ്ങനെ പോകണം? നമുക്കറിയാം, 11 മാസം കടന്നുപോയി. 12ാമത്തെ അവസാന മാസത്തിൻ്റെ 3ാമത്തെ ദിനത്തിൽ നമ്മളായിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ പോകേണ്ടുന്ന വഴി എനിക്ക് കാണിപ്പാൻ അവിടുത്തെ വചനം ഇടപെടണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വളരെ പ്രാർത്ഥനയോടെ തുടർന്നുള്ള നിമിഷങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിലെ പാദപീഠത്തിൽ നമുക്കായിരിക്കാം. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ
പാസ്റ്റർ ഷിജോ പോൾ അവരുകളെ തുടർന്നുള്ള വചന ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊള്ളു. നമ്മുടെ കണ്ണുകൾ കർത്തൃസന്നിധാനം അടച്ച് ഒരു നിമിഷം കൂടെ നമുക്ക് ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഉപവാസത്തിൻ്റെയും ആത്മതപനത്തിൻ്റെയും ഈ 12-ാം ദിവസം രാത്രിയിൽ പരിശുദ്ധാത്മാവ് നമ്മോട് വ്യക്തമായും ശക്തമായും ആഴമായും സംസാരിക്കേണ്ടതിന് എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. അതുകൊണ്ട് ദൈവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിലും മേലായ നാമം നൽകി അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കിൽ സർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെ മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു എന്ന്, യേശുക്രിസ്തു കർത്താവെന്ന് ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഈ രാത്രിയിലും എല്ലാ നാമത്തിലും മേലായ യേശുക്രിസ്തുവിൻ്റെ നാമത്തെ ആരാധിപ്പാൻ ഭാഗ്യം സിദ്ധിച്ച നാം എത്ര ശ്രേഷ്ഠരാണ്. ആ ശ്രേഷ്ഠത തിരിച്ചറിയുന്നവർ അല്പസമയം സ്തോത്രത്തിൽ നിന്ന് ജാഗരിച്ച് എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ജയം, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ജയം. ഇന്ന് രാത്രിയിലും ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ, ദൈവത്തിൻ്റെ അടയാളങ്ങൾ, ദൈവിക വീര്യപ്രവൃത്തികൾ നമ്മിലേക്ക് ചലിക്കേണ്ടതിന്, വിശ്വാസമുള്ളൊരു ഹൃദയം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകേണ്ടതിന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. മുൻവിധികളെല്ലാം മാറിപ്പോകട്ടെ, മുൻവിധികളെല്ലാം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മെ നയിക്കുന്നത് പോലെ നമുക്ക് ആ നിരയിലേക്ക്, ആ അനുഭവത്തിലേക്ക് പ്രവേശിപ്പാൻ ഈ രാത്രി പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലേക്ക് നമ്മെ ഒന്നിച്ച് പരിശുദ്ധാത്മാവ് ഈ രാത്രി കയറ്റട്ടെ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന് അധികാരമുള്ള നാമത്തിൽ, യേശുവിന് അധികാരമുള്ള നാമത്തിൽ, യേശുവിന് അധികാരമുള്ള നാമത്തിൽ, യേശുക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ, യേശുക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ, യേശുക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം തന്ന യേശുവിൻ്റെ നാമത്തിൽ അതിൽ യാതൊരു ദോഷവും നിങ്ങൾക്ക് ചെയ്യുകയില്ല എന്ന് ഉറപ്പ് പറഞ്ഞ യേശുവിൻ്റെ നാമത്തിൽ സകല പോരാട്ട വെല്ലുവിളികളെയും ഈ പ്രാരംഭ നിമിഷം തന്നെ ആത്മാവിൽ അഭിഷക്തന്മാർ ദൈവസഭ ഒരുമിച്ച് ശാസിക്കുന്നു. മാറിപ്പോകട്ടത്. ഈ രാത്രി ആത്മീയ അനുഗ്രഹങ്ങൾ വെളിപ്പെടട്ടെ, ഭൗതിക അനുഗ്രഹങ്ങൾ വെളിപ്പെടട്ടെ. ഈ രാത്രി ആത്മീയ പുരോഗമനങ്ങൾ വെളിപ്പെട്ടു വരട്ടെ, ആത്മീയ പുരോഗതികൾ വെളിപ്പെട്ടു വരട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്ക് നന്ദി. അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഒന്നിച്ചടുത്ത് വരുന്നു. ഈ രാത്രിയിലും പരിശുദ്ധാത്മാവ് നന്നായി ഞങ്ങളോട് സംസാരിക്കണം. വായിക്കുവാൻ പോകുന്ന ദൈവവചനത്തിനായി സ്തോത്രം. വചനത്തിൻ്റെ ശക്തമേറിയ പ്രകാശനങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി തുറക്കണമേ. വചനം ഇന്ന് രാത്രി ശുശ്രൂഷിക്കപ്പെടുമ്പോൾ ജനത്തിന് അനുഗ്രഹത്തിന്, വിടുതലിന്, ആത്മീയ സന്തോഷത്തിന്, ആത്മീയ ഉദ്ധാരണത്തിന് കർത്താവിൻ്റെ വചനം കാരണമാകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയിൽ കൂട്ടിക്കൊണ്ടുവന്ന അവിടുത്തെ ദൈവമക്കളെ മുഴുവൻ അവിടുത്തെ തൃക്കരത്തിൽ സമർപ്പിക്കുന്നു. എല്ലാവരോടും വ്യക്തമായി പരിശുദ്ധാത്മാവ് സംസാരിക്കണമേ. എല്ലാം നന്മയ്ക്കായി ദൈവം ചെയ്യണമേ. അടിയന്റെ നാവിനെയും ശബ്ദത്തെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണമേ. സമർത്ഥകനായ ലേഖകൻ്റെ എഴുത്തുകൾ പോലെ നാവിനെ ആക്കണമേ. ലാവണ്യം അധരങ്ങളിൽ പകരണമേ. ദൈവഹിതമില്ലാത്ത വാക്കുകൾ ഉച്ചരിപ്പാൻ അനുവദിക്കാതെ ദൈവഹിതമുള്ളത് മാത്രം ഈ രാത്രി തുറക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. തടസ്സങ്ങളെ അങ്ങ് ശാസിച്ചതിനായി സ്തോത്രം. ഇന്ന് രാത്രിയിലും യേശുക്രിസ്തുവിൻ്റെ നാമത്തെ മാത്രം ഉയർത്തുന്നതിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന അങ്ങ് കേട്ടു, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഒരാൾക്കൊന്ന് വേഗത്തിൽ ശബ്ദമുയർത്തി വായിക്കാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി
ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ആമേൻ. ഈ വാക്യങ്ങളെ ആസ്പദീകരിച്ചാണ് എനിക്ക് ലഭ്യമായ സമയത്തിനകത്ത് ദൈവസഭയോട് ഈ രാത്രിയിൽ ഒരു സന്ദേശം പറയാൻ പരിശുദ്ധാത്മാവിൽ നിയോഗം പ്രാപിച്ചിരിക്കുന്നത്. ഈ രാത്രിയിലും കർത്തൃസന്നിധാനം ആഗതരായിരിക്കുന്ന എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും മാതാപിതാക്കന്മാർക്കും കുഞ്ഞുങ്ങൾക്കും വിശേഷിച്ച് കർത്താവിൽ ബഹുമാന്യരും ശ്രേഷ്ഠരുമായ എല്ലാ കർത്തൃദാസന്മാർക്കും ഈ ദൈവസഭയുടെ സീനിയർ ശുശ്രൂഷകനായി ദൈവത്താൽ നിയോഗിതനായിരിക്കുന്ന കർത്താവിൽ ബഹുമാന്യ ദൈവദാസൻ കോശി പാസ്റ്റർക്ക്, തൻ്റെ കുടുംബത്തിന്, തൻ്റെ കൂടെ ശുശ്രൂഷയിൽ സഹകരിക്കുന്ന കർത്താവിൽ ബഹുമാന്യ ദൈവദാസൻ ജോബിൻ പാസ്റ്റർക്ക്, തൻ്റെ കുടുംബത്തിന് യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമുള്ള നാമത്തിൽ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ സമൃദ്ധിയായി നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ ഉപവാസ പ്രാർത്ഥനയിലും എന്നെ നിങ്ങൾ വിളിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സഭ അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തതോർത്ത് കർത്തൃദാസന്മാർ എന്നെയും ഈ ശുശ്രൂഷയിലേക്ക് ക്ഷണിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവിധമായ നന്ദിയും സ്നേഹവുമൊക്കെ ഒരു പ്രാവശ്യം കൂടെ ദൈവസഭയോട് അറിയിക്കുന്നു. ഓർക്കുമ്പോൾ എനിക്ക് വേണ്ടിയും എൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ എന്ന് ദൈവനാമത്തിൽ അറിയിച്ചുകൊണ്ട് വായിച്ച വചനത്തിലേക്ക് ഞാൻ വേഗത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ തിരിപ്പാൻ ദൈവനാമത്തിൽ തയ്യാറാകുകയാണ്. നാം വായിച്ച ദൈവത്തിൻ്റെ വചനം നമുക്കെല്ലാവർക്കും നന്നായിട്ട് പരിചയമുള്ള ദൈവവചനമാണ്. ധാരാളം പ്രസംഗങ്ങൾ നാം ഇതിലൂടെ ചെയ്തിട്ടുണ്ട്, ധാരാളം ആലോചനകൾ നാം ഇതിൽ നിന്ന് കേട്ടിട്ടുമുണ്ട്. എങ്കിലും പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിനകത്ത് നൽകിയ വ്യത്യസ്തമായ ഒരു ദൈവീയ ശബ്ദം ഞാൻ ഈ വാക്യങ്ങളെ ആസ്പദീകരിച്ച് നിങ്ങളോട് പറയുവാൻ ദൈവനാമത്തിൽ തയ്യാറാകുകയാണ്. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം ചരിത്ര പുസ്തകങ്ങളിൽപ്പെട്ടതാണ്, ചരിത്ര പുസ്തകമാണ്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തെ രണ്ടു വിധത്തിലാണ് നാം പഠിക്കുന്നത്. ഒന്ന്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ. രണ്ട്, പ്രാർത്ഥനയുടെ പ്രവൃത്തികൾ. 1 മുതൽ 28 അധ്യായങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് സശ്രദ്ധമൊന്ന് വായിച്ചു പരിശോധിച്ചാൽ ഈ പുസ്തകത്തിനകത്ത് പരിശുദ്ധാത്മാവെന്ന വാക്ക് നമുക്ക് കൂടുതലായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ തന്നെ പ്രാർത്ഥന എന്ന വാക്കും ഈ പുസ്തകത്തിനകത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. ഏകദേശം ഒരു 50 പ്രാവശ്യം പരിശുദ്ധാത്മാവെന്ന വാക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം നാം വായിച്ചു തുടങ്ങുമ്പോൾ 28 വരെയുള്ള അധ്യായങ്ങളിലെ സംക്ഷിപ്തമായിട്ടൊരു വിവരം ഞാൻ പ്രാരംഭത്തിൽ നിങ്ങളോടൊന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം നാം വായിക്കുമ്പോൾ 1 മുതൽ 28 അധ്യായത്തിനകത്ത് പരിശുദ്ധാത്മാവ് നിറച്ചിരിക്കുന്ന വിഷയത്തെ ഞാനൊന്ന് സംക്ഷിപ്തമായിട്ട് വിശദീകരിപ്പാൻ ദൈവനാമത്തിൽ തയ്യാറാകുകയാണ്. 1-ാം അധ്യായം ലൂക്കോസ് എഴുതി തുടങ്ങുമ്പോൾ 1-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള 40ഓളം ദിവസങ്ങളുടെ പ്രത്യക്ഷതയിൽ താൻ ജീവിച്ചിരിക്കുന്നു എന്ന് യേശു അവരോട് നന്നായിട്ട് അറിയിച്ചു. എന്നിട്ട് യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, ഇനി നിങ്ങൾക്കൊരു സ്നാനം ഉണ്ടാകാൻ പോകുന്നു, അത് പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനമാണ്. എന്നിട്ട് യേശു അവരോട് പറഞ്ഞു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമരിയിൽ എല്ലായിടവും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും. പിന്നീട് ശിഷ്യന്മാരുടെ നടുവിൽ 12 പേരിൽ നിന്ന് ഒരാൾ നഷ്ടപ്പെട്ടു. പിന്നീട് ഒരാളെ തിരഞ്ഞെടുക്കുന്നു. മത്തിയാസിനെയും യോസഫിനെയും മുമ്പിൽ കൊണ്ടുവന്ന് ചീട്ടിട്ടു. ചീട്ട് മത്തിയാസിന് വീണു. അങ്ങനെ 12 പേര് അപ്പോസ്തലന്മാരായി നിലനിൽക്കുന്നു. പിന്നീട് അവർ മർക്കോസിൻ്റെ മാളികമുറിയിൽ കയറിയിരിക്കുന്ന ചരിത്രമാണ് 1-ാം അധ്യായം അവസാന വാക്യങ്ങളിൽ. ഇങ്ങനെ സഹോദരന്മാർ 120 പേർ, ഇതിനകത്ത് സഹോദരിമാരുണ്ട്, യേശുവിൻ്റെ അമ്മയും മറിയുമുണ്ട്. അങ്ങനെ 120 പേർ മാളികമുറിക്കകത്ത് കയറിയിരിക്കുന്ന സമയത്ത് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരൊറ്റ വിഷയം പരിശുദ്ധാത്മാവിൻ്റെ ആഗമനമാണ്. അവിടെ ഹൃദയത്തിനകത്തുള്ള ഏറ്റവും ശക്തമായ വാഞ്ച ഭൗതിക വിഷയങ്ങളുടെ വിടുതലല്ല, മറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനമാണ്.
എല്ലാവരുടെയും വായിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരൊറ്റ വാക്ക്, പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം, വാക്തത്വ വിഷയം ഞങ്ങളിലേക്ക് ഇറങ്ങി വരണം, ഞങ്ങളിലേക്ക് ഇറങ്ങി വരണം. ഇങ്ങനെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 2-ാം അധ്യായത്തിന് തുടക്കം പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം സംഭവിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയാണ്. ഇറങ്ങി വന്ന് 120 പേരെ നിറയ്ക്കുകയാണ്. പിന്നീട് പത്രോസിൻ്റെ പ്രസംഗമാണ്. പത്രോസിൻ്റെ പ്രസംഗത്തിനകത്ത് 3000 പേർ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് പിന്നീട് സ്നാനജലത്തിൽ ഇറങ്ങുന്നു. പിന്നീട് അടിസ്ഥാന ഉപദേശങ്ങൾ രൂപപ്പെടുകയാണ്. നമുക്കറിയാം അടിസ്ഥാന ഉപദേശങ്ങൾ ഏതൊക്കെയാണെന്ന്. 7 പ്രധാനപ്പെട്ട അടിസ്ഥാന ഉപദേശങ്ങൾ 2-ാം അധ്യായം അവസാന വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നീട് 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിച്ച് അപ്പോസ്തലന്മാർ ചെയ്യുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അത്ഭുത ശുശ്രൂഷയുടെ തുടക്കമാണ്. കേൾക്കുന്നുണ്ടോ എല്ലാവരും? പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിച്ച് അപ്പോസ്തലന്മാർ ചെയ്യുന്ന അത്ഭുത ശുശ്രൂഷയുടെ ആ തുടക്കങ്ങളാണ് 3-ാം അധ്യായം തൊട്ട് താഴോട്ട് നാം പരിശോധിച്ചു വന്ന്. പിന്നീട് 3-ാം അധ്യായത്തിൽ നടന്ന ഒരു അത്ഭുത ശുശ്രൂഷ, ആ ശുശ്രൂഷയുടെ ഒരു ചർച്ച 4-ാം അധ്യായത്തിലേക്ക് നീണ്ടു. 4-ാം അധ്യായത്തിൽ നീണ്ടിട്ട് അവിടെ കൂടി വന്നിരിക്കുന്ന മഹാപുരോഹിത വംശത്തിലുള്ളവരും ശാസ്ത്രിമാരും മറ്റ് അന്നാവും കയ്യപ്പാവുമൊക്കെ പത്രോസിൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു, ഈ മനുഷ്യൻ ഏത് ശക്തി കൊണ്ടാണ് എഴുന്നേറ്റ് വന്നത്? ഈ മനുഷ്യൻ്റെ എഴുന്നേൽപ്പിന് കാരണമായി തീർന്ന ശക്തി ഏതാണ്, നാമം ഏതാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് പത്രോസ് വായ തുറന്ന് പറയുന്ന വാക്ക്, നിങ്ങൾ ക്രൂശിച്ചവനും പിതാവായ ദൈവം ഉയർപ്പിച്ചവനുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ഈ അത്ഭുതം നടന്നത്. വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. പിന്നീട് വായ തുറന്ന് ഏറ്റവും ശക്തമായൊരു സുവിശേഷത്തിൻ്റെ ശബ്ദം താൻ മുഴക്കുകയാണ്. ആ ശബ്ദം നമുക്കെല്ലാവർക്കും അറിയാം, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ യേശുവല്ലാതെ ഒരു നാമമില്ല. സന്തോഷം ഉണ്ടെങ്കിൽ കരമൊന്ന് ഉയർത്തി ഒരു ആമീൻ പറയാം. ഇനി 4-ാം അധ്യായത്തിൽ അത്ഭുത ശുശ്രൂഷയെ തുടർന്നുള്ളൊരു ചർച്ചയാണെങ്കിൽ 5-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനെതിരെ വ്യാജം കാണിക്കുന്നൊരു കുടുംബത്തിൻ്റെ ന്യായവിധിയാണ്. അനന്യാസ് എന്ന് പറയുന്ന, സഫീറ എന്ന് പറയുന്ന ആ കുടുംബത്തിനകത്ത് പരിശുദ്ധാത്മാവിനെതിരെ വ്യാജം കാണിച്ചത് മുഖാന്തരം ന്യായവിധി ഉണ്ടാകുകയാണ്. ആ ന്യായവിധിയെ തുടർന്ന് ദൈവസഭയ്ക്കകത്ത് ഭയം കയറുകയാണ്. കേൾക്കുന്നുണ്ടോ എല്ലാവരും? ദൈവസഭയ്ക്കകത്ത് ഭയം കയറുകയാണ്. എന്ന് പറഞ്ഞാൽ ദൈവം ഒരു സാധാരണ വ്യക്തിയല്ല, പരിശുദ്ധാത്മാവ് ഒരു സാധാരണ വ്യക്തിയല്ല, പരിശുദ്ധാത്മാവിനൊരു ദൈവത്വമുണ്ട് എന്ന് മനസ്സിലാക്കി തരുന്ന അധ്യായമാണ് 5-ാമത്തെ അധ്യായം. ഇനി 6-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ സഭയ്ക്കകത്ത് അല്പം പിറുപിറുപ്പ് തുടങ്ങി. സഭയ്ക്കകത്ത് അല്പം പിറുപിറുപ്പ് തുടങ്ങി. ആ പിറുപിറുപ്പിനെ നിയന്ത്രിക്കാൻ വേണ്ടി 7 പേരെ തിരഞ്ഞെടുക്കുകയാണ്. 7 പേരെ തിരഞ്ഞെടുക്കുമ്പോൾ പത്രോസും ബാക്കിയുള്ള അപ്പോസ്തലന്മാർ പറഞ്ഞൊരു വാക്കുണ്ട്, ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും. അവരുടെ തീരുമാനം ശ്രദ്ധിച്ച്, ഞങ്ങൾ ഈ പിറുപിറുപ്പിൻ്റെ അകത്തേക്കോ ഞങ്ങൾ ഈ ബഹളത്തിൻ്റെ അകത്തേക്കോ പ്രവേശിക്കുമെന്നല്ല അവർ പറഞ്ഞ വാക്ക്. ഞങ്ങൾക്ക് ദൈവം ഒരു നിയോഗം ഏൽപ്പിച്ചിട്ടുണ്ട്, ഞങ്ങൾക്കൊരു കർത്തവ്യം ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്, ഞങ്ങൾ ആ കർത്തവ്യത്തിൽ തുടരുമെന്നാണ്. ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും. ഇനി 7-ാം അധ്യായം പരിശോധിക്കുമ്പോൾ 7-ാം അധ്യായത്തിൽ മേശമേൽ തിരഞ്ഞെടുത്തപ്പെട്ട സ്തെഫാനോസിൻ്റെ പ്രസംഗമാണ്. നിങ്ങൾ ആ പ്രസംഗം നന്നായിട്ട് പഠിക്കണം. സ്തെഫാനോസിൻ്റെ പ്രസംഗം തുടങ്ങുന്നത് അബ്രഹാമിൽ നിന്നാണ്. അബ്രഹാമിൽ നിന്ന് തുടങ്ങി ഇസഹാക്കിലേക്ക് വന്ന് പിന്നീട് യാക്കോബിലേക്ക് വന്ന് യോസഫിലേക്ക് വന്ന് മോശയിലേക്ക് വന്ന് പിന്നീട് ശലോമോനിലേക്ക് വന്നിട്ടാണ് പ്രസംഗം. ശലോമോൻ പണികിടിപ്പിച്ച ആലയത്തെക്കുറിച്ച് പ്രസംഗിച്ചിട്ട് പറഞ്ഞു, ശലോമോൻ പണികിടിപ്പിച്ച ആലയമുണ്ടല്ലോ, ആ ആലയത്തിനകത്ത് കൈപ്പണിയായ വാസസ്ഥലത്ത് വസിക്കുന്നവനല്ല എൻ്റെ ദൈവം, മറിച്ച് അവൻ ഇന്ന് വസിക്കുന്നത് നമ്മുടെ ഹൃദയത്തിനകത്താണ്. എന്നിട്ട് അവരോട് പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദനയില്ലാത്തവരാണ്.
കേൾക്കുന്നുണ്ടോ? നിങ്ങൾ ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദനയില്ലാത്തവരാണ്. വചനം നിങ്ങൾ കേൾക്കുന്നെങ്കിലും വചനം നിങ്ങൾ അംഗീകരിക്കുന്നില്ല, വചനം നിങ്ങൾ ഏറ്റെടുക്കുന്നില്ല. നിങ്ങൾ കേൾക്കാൻ നല്ല താല്പര്യമുള്ളവരാണെങ്കിലും വചനം അങ്ങോട്ട് അംഗീകരിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞു പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും കൈയടിച്ച് സ്തെഫാനോസിനെ പ്രോത്സാഹിപ്പിച്ചു എന്നല്ല വചനം, മറിച്ച് എല്ലാവരും കോപപരവശരായി ഇതാ സ്തെഫാനോസിനെ എറിയാൻ കല്ലെടുത്തു. തന്നെ എറിഞ്ഞു തുടങ്ങുമ്പോൾ ഭക്തൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. മനസ്സിലാകുന്നെങ്കിൽ ചേർന്നൊരു ആമീൻ പറയാം. അങ്ങനെ നിറയാനൊന്നും നമുക്ക് കഴിയുന്നില്ല. പ്രതിസന്ധിയുടെ ഏറുകൾ വരുമ്പോൾ പലപ്പോഴും നാം കോപം നിറയാറേയുള്ളൂ. പ്രതിസന്ധിയുടെ ഏറുകൾ വരുമ്പോൾ നാം കുറ്റം പറയാറേയുള്ളൂ. പ്രതിസന്ധിയുടെ ഏറുകൾ വരുമ്പോൾ നാം അവരെയും ഇവരെയൊക്കെ പഴിചാരുകയുള്ളൂ. പക്ഷെ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധിയുടെ ഏറുകൾ വരുമ്പോൾ അവൻ ആത്മാവിൽ നിറയുകയാണ്. മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ചേർന്നൊരാമീൻ പറ. കോപം മുഴുത്തെറിഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ മുഖമല്ല വല്ലാതെ വികൃതമായിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവന്റെ മുഖത്തെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് ദൂതനെ പോലെ അവന്റെ മുഖം പ്രകാശിച്ചു എന്നാണ്. അവൻ കാണുന്നൊരു ദർശനമുണ്ട്. എന്താ കാണുന്ന ദർശനം? ഇതാ സ്വർഗം തുറക്കുകയാണ്. സ്വർഗം തുറക്കുക മാത്രമല്ല, പിതാവിന്റെ വലത്തുഭാഗത്ത് പുത്രൻ തമ്പുരാൻ തനിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഞാൻ ഇന്ന് രാത്രിയിലും ദൈവസഭയോട് ആത്മനിറവിൽ അതിനകത്തൊരു സന്ദേശം പറയാ. പ്രതിസന്ധിക്കകത്ത്, പ്രതികൂലത്തിനകത്ത്, നിന്നയ്ക്കകത്ത്, ആവലാതിക്കകത്ത് നിങ്ങൾ ചെയ്യാത്ത തെറ്റുകൾ നിങ്ങളിൽ ആലോപിച്ച് നിങ്ങൾക്കെതിരെ പഴിചാരി എല്ലാ പ്രതിസന്ധിയുടെ കല്ലുകൊണ്ട് നിങ്ങളെ എറിയുമ്പോൾ അതിനകത്ത് പഴി പറയാതെ, സങ്കടം പറയാതെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ നിങ്ങൾക്കൊരു കാഴ്ച കാണാൻ കഴിയും. നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കുന്നത് ഇവിടുത്തെ ഒരു സാധാരണ വ്യക്തിയല്ല. ഇവിടുത്തെ ഒരു മന്ത്രിയോ, ഇവിടുത്തെ ഒരു മുഖ്യമന്ത്രിയോ, ഇവിടുത്തെ ഒരു രാഷ്ട്രീയ നേതാവോ അല്ല നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കുന്നേ, മറിച്ച് പുത്രൻ തമ്പുരാൻ നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ്. എത്ര പേർക്ക് ആ വെളിപ്പാട് ഇന്ന് രാത്രി ലഭിക്കുന്നുണ്ട്? ഇന്ന് രാത്രിയിലും വലിയ പ്രതിസന്ധിയുടെ നടുവിലായിരിക്കുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ഒന്നുകൂടെ ആത്മാവിൽ നിറഞ്ഞോന്ന്, ഒന്നുകൂടെ ആത്മാവിൽ പുതുക്കപ്പെട്ടോന്ന്, ഒന്നുകൂടെ ആത്മാവിൽ ശക്തി ഏറ്റെടുത്തോ. ഇന്ന് രാത്രിയിൽ നിങ്ങൾ കാണുന്ന വെളിപ്പാട് ഇനി തകർച്ചയുടെ വെളിപ്പാടല്ല, മറിച്ച് ദൈവം നിങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന വെളിപ്പാട്. സന്തോഷം ഉണ്ടെങ്കിൽ ചേർന്നൊരാമേ. സ്തോത്രം. അങ്ങനെ സ്തോത്രം. പുതിയ നിയമത്തിലെ ആദ്യത്തെ രക്തസാക്ഷിത്വ മരണം കൈവരിക്കാൻ സ്തെഫാനോസിന് ദൈവം അങ്ങ് അവസരം കൊടുത്തു. ഞാൻ അങ്ങനെ തന്നെ പറയുക, സ്തെഫാനോസിന് ദൈവം അങ്ങ് അവസരം കൊടുത്തു. അങ്ങനെ ഒന്നാമത്തെ രക്തസാക്ഷിയായി അവൻ മാറ്റപ്പെടുകയാണ്. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മേശമേൽ ശുശ്രൂഷിക്കാൻ തിരഞ്ഞെടുത്ത മനുഷ്യൻ്റെ മേശമേൽ ശുശ്രൂഷിപ്പാൻ തിരഞ്ഞെടുത്ത പീലിപ്പോസ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ശുശ്രൂഷയാണ്. പീലിപ്പോസ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ശുശ്രൂഷ ശമരിയിൽ നടക്കുമ്പോൾ കണ്ടൊരു കാഴ്ച, പട്ടണം മുഴുവൻ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നു. പട്ടണം മുഴുവൻ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നു എന്ന് മാത്രമല്ല, തന്നെ ഗസയ്ക്കൊരു നിർജ്ജന പ്രദേശത്തേക്ക് ദൈവം അയച്ചു. അങ്ങനെ സ്തോത്രം, അവിടെ സംഭവിക്കുന്ന കാര്യം നിങ്ങൾക്കറിയാം. എത്യോപ്യയിലെ ധനകാര്യ മന്ത്രിയായിരിക്കുന്ന ഷണ്ണൻ മാനസാന്തരപ്പെട്ടു, ജലത്തിൽ സ്വാക്ഷീകരിച്ചു. കേൾക്കുന്നുണ്ടോ? ഒരു ഭൂഖണ്ഡത്തിനകത്ത് നിന്ന് ഒരു മനുഷ്യനെ ദൈവം പുറത്തെടുത്തു. അവനെ സ്നാനപ്പെടുത്തി പീലിപ്പോസ് ആത്മാവനെ എടുത്തുകൊണ്ട് പോയി. പിന്നെ അവനെ അസ്തോദിൽ കണ്ടു. പിന്നെ അവൻ കൈസരിയിലെത്തിയെന്നാണ് 8-ാം അധ്യായം അവസാനിപ്പിക്കുന്നത്. ഇനി 9-ാം അധ്യായത്തിനകത്ത് ലോകം കണ്ടതിൽ വെച്ച് സുവിശേഷത്തിൻ്റെ ദീപശിഖ പിടിക്കാൻ വേണ്ടി കരുത്തനായ ദൈവദാസനെ ദൈവം പുറത്തു കൊണ്ടുവരികയാണ്. 9-ാം അധ്യായത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം ശൗലിൻ്റെ മാനസാന്തരമാണ്. നിങ്ങൾക്ക് സന്തോഷമില്ല, ശൗലിൻ്റെ മാനസാന്തരമാണ്. ഈ വേദപുസ്തകത്തിനകത്ത് 14 ലേഖനം വരുവാൻ കാരണമായ ശൗലിൻ്റെ മാനസാന്തരമാണ്. ശൗലിനെ പൗലൂസാക്കിയ ആ മാനസാന്തരത്തിൻ്റെ ചരിത്രം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഇനി 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇത്താലിയ എന്ന പട്ടാളത്തിൽ കൊറിന്തിയോസ് എന്ന് പറയുന്ന ശതാധിപൻ്റെ മാനസാന്തരമാണ്. പിന്നീട് 10-ാം അധ്യായം നിങ്ങൾ പരിശോധിച്ചാൽ 10-ാം അധ്യായത്തിൽ ജാതികളുടെ അടുക്കിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വ്യാപരിക്കപ്പെടുകയാണ്. എല്ലാവരും കേൾക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? അന്ന് വരെ യഹൂദൻ മാത്രമേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ വ്യാപാരം ഉണ്ടായിരുന്നു. പക്ഷേ ആ 10-ാം അധ്യായത്തിൽ പത്രോസ് കൊർന്നലിയോസിന്റെ കൂടാരത്തിനകത്ത് വന്ന് പ്രസംഗിച്ച വിഷയം എന്താണെന്നറിയോ? ദൈവത്തിന് മുഖപക്ഷമില്ല. കേൾക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ പറ. ദൈവത്തിന് മുഖപക്ഷമില്ല, ദൈവത്തിന് എല്ലാവരും ഒരുപോലെയാണ് എന്ന വിഷയത്തെ ആധികരിച്ചുകൊണ്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന അല്ല, വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ ആത്മാവ് ഇറങ്ങി വന്നു.
ഇന്ന് രാത്രിയിലും അങ്ങനെ സംഭവിക്കണം. ഇവിടെ വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ജ്വലനം ഇന്ന് രാത്രി ചിലരുടെ മേൽ ഇറങ്ങി വരണം. ഈ രാത്രി അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, അതൊന്ന് ഏറ്റെടുക്കുന്നവരുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അതൊക്കെ നമ്മുടെ ജീവിതത്തിനകത്ത് നിന്നുപോയെങ്കിൽ, ഈ പുതിയ തലമുറയുടെ നടുവിൽ അത് നിന്നുപോയെങ്കിൽ ഇന്ന് രാത്രി ഇത് ആവർത്തിക്കണം. വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി. എത്ര പേർ അത് ആഗ്രഹിക്കുന്നുണ്ട്? എത്ര അഭിഷക്തന്മാർ അത് ആഗ്രഹിക്കുന്നുണ്ട്? ഞാൻ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ, എൻ്റെ ശുശ്രൂഷയ്ക്കകത്ത് വചനത്തിൻ്റെ ശക്തിയെ എൻ്റെ വായിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പകർന്നുകൊണ്ടിരിക്കുമ്പോൾ, വചനം കേട്ട എല്ലാവരുടെ മേലും ആത്മാവിൻ്റെ പരിവർത്തനം ഉണ്ടായാൽ ആ യോഗം എത്ര അനുഗ്രഹമാണ്! ആ യോഗം എത്ര അനുഗ്രഹമാണ്! സന്തോഷമുണ്ടെങ്കിൽ ചേർന്ന് ഇനി 11-ാം അധ്യായത്തിൽ നാം പരിശോധിച്ചാൽ, 11-ാം അധ്യായത്തിലെ വിഷയം ജാതികളുടെ നടുവിൽ നടന്ന ആത്മപകർച്ചയില്ലേ, അതിനെക്കുറിച്ചുള്ള വിശദീകരണമാണ്. യെരൂശലേമിലെ സഭയിൽ ഇങ്ങനെ സംഭവിച്ചു കേട്ടോ, ഞാൻ ഇങ്ങനെ ഒരു ദർശനം കണ്ടു കേട്ടോ. ദർശനം തുടർന്ന് ഞാൻ കൊർന്നല്യോസിൻ്റെ വീട്ടിൽ പോയി കേട്ടോ. കൊർന്നല്യോസിൻ്റെ വീട്ടിൽ ചെന്ന് പ്രസംഗിക്കുന്ന സമയത്ത് വചനം കേട്ടവരുടെ മേൽ ആത്മാവ് ഇറങ്ങി വന്ന് രക്ഷിക്കാൻ കഴിയുന്നുണ്ട്. സഭ അങ്ങ് പ്രാർത്ഥിക്കുന്ന സമയത്ത് യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമെന്ന് കണ്ട് പത്രോസിനെ പിടിച്ച് കാരാഗൃഹത്തിനകത്തിട്ടിരിക്കുമ്പോൾ സഭ പത്രോസിന് വേണ്ടി അങ്ങ് ദൂരെ കിലോമീറ്ററുകൾ അപ്പുറത്ത് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയുടെ പരിണിത ഫലമെന്ന വണ്ണം ഇത് കാരാഗൃഹത്തിനകത്ത് ദൂതനിറങ്ങി വന്ന് പത്രോസിനെ തട്ടി കയ്യിലെ ചങ്ങലകൾ പൊട്ടിച്ച് ഇത് 1-ാം വാതിൽ തുറന്ന് 2-ാം വാതിൽ തുറന്ന് പട്ടണത്തിലേക്കുള്ള ഇരുമ്പ് വാതിൽ തുറന്ന് പിന്നീട് തെരുവീതിയിലേക്ക് നടത്തി. ദൂതൻ വിട്ടുപോയി. സുബോധം വന്നിട്ട് പ്രാർത്ഥിക്കുന്ന ഇടത്തെ അന്വേഷിച്ചു വന്ന് മുട്ടിക്കൊണ്ടിരുന്നു. അകത്ത് നോടി വന്ന് വിളിച്ചു പറഞ്ഞു, അകത്ത് നോടി വന്ന് രോധ വിളിച്ചു പറഞ്ഞു, പത്രോസ് വന്നിട്ടുണ്ട്. അവർ പറഞ്ഞു, ഇല്ല, പത്രോസിൻ്റെ ദൂതനാണ്. പിന്നീട് നിനക്ക് ഭ്രാന്തുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നീട് നോക്കുമ്പോൾ കണ്ട കാഴ്ച, അവർ പത്രോസിനെ കണ്ട മാത്രയിൽ വേദപുസ്തകം പറയുന്നു വിസ്മയിച്ചു. മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ചേർന്ന് രാമൻ. ഞാൻ ഈ പ്രാർത്ഥനയുടെ 12-ാം ദിവസം രാത്രി ആത്മനിറയിൽ വചനത്തിന്റെ പിൻബലത്തിൽ ദൂത് പറയുക. ഈ ദിവസം സഭ പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിനകത്ത് വിസ്മയം കൂറുമാറ് ചില വിടുതലുകൾ. മനസ്സിലാകുന്നെങ്കിൽ ചേർന്ന് രാമേൻ പറ. ഇത്രയും പെട്ടെന്നൊരു സൗഖ്യം ഉണ്ടാകുമെന്നോ, ഇത്രയും പെട്ടെന്നൊരു വിടുതൽ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല പാസ്റ്ററേ. ഒരു വിസ്മയിക്കത്തക്ക മറുപടി. പ്രാർത്ഥിക്കുന്നെങ്കിലും ഉപവസിക്കുന്നെങ്കിലും ഇത്രയും പെട്ടെന്നൊരു വിടുതലുണ്ടാകുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല പാസ്റ്ററേ. ഇത് ദൈവത്തിന്റെ കരമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറയത്തക്ക നിലവാരത്തിൽ വിസ്മയം കൂറുമാറ് ചില വിടുതലുകൾ PMG ദൈവസഭയ്ക്കകത്ത് ഈ ഫാസ്റ്റിംഗ് പ്രയറിനകത്ത് കർത്താവ് ചെയ്യാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ കരമം അടിച്ച് ദൈവത്തിൽ ഉപവസിക്കുന്നവർ പ്രാർത്ഥിക്കുന്നവർ കരയൊന്ന് അടിച്ച് ആ ദൂതനെ ഒന്ന് സ്വീകരിക്കും. Glory to God. ഇനി 13-ാം അധ്യായം തൊട്ട് പൗലൂസിന്റെ ചരിത്രമാണ്. 13-ാം അധ്യായത്തിൽ 13-14 അധ്യായത്തിനകത്ത് ഒന്നാമത്തെ പ്രേക്ഷിത യാത്രയാണ്. 15-ാം അധ്യായത്തിൽ സഭയിലെ ആദ്യത്തെ സുനകദോസ എന്ന് പറഞ്ഞാൽ ആലോചന യോഗമാണ്. യാക്കോബിന്റെ അധ്യക്ഷതയിൽ വന്ന് ചില കാര്യങ്ങൾ സഭ തീരുമാനമെടുക്കുക. നിങ്ങൾക്കറിയാം, അത് തീരുമാനമെടുക്കുകയാണ്. ഇനി 16-ാം അധ്യായവും 17-ാം അധ്യായവും 18-ാം അധ്യായവും 2ാമത്തെ സുവിശേഷ യാത്രയാണ്. 18-ാം അധ്യായത്തിൻ്റെ പകുതി തൊട്ട് 3ാമത്തെ സുവിശേഷ യാത്രയാണ്. 18-ാം അധ്യായത്തിൻ്റെ പകുതി മുതൽ 19, 20 എന്നീ അധ്യായങ്ങൾക്കകത്ത് 21 അധ്യായം 3ാമത്തെ സുവിശേഷ യാത്രയാണ്. ഇനി 22-ാം അധ്യായത്തിൽ യെരൂശലേമിൽ വീണ്ടും തൻ്റെ സാക്ഷ്യത്തെ താൻ പ്രസ്താവിക്കുക. കേൾക്കുന്നുണ്ടോ? 9-ാം അധ്യായത്തിൽ ശൗലിന് സംഭവിച്ച കാര്യമില്ലേ, യെരൂശലേമിൽ വീണ്ടും പറയുകയാണ്. ഇനി 23-ാം അധ്യായത്തിൽ റോമിലേക്ക് പോകാനുള്ള ഒരു സന്ദേശം ദൈവം കൊടുക്കുകയാണ്. രാത്രിയിൽ കർത്താവിൻ്റെ അടുക്കൽ വന്ന് പൗലൂസിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, പൗലൂസേ, നീ യെരൂശലേമിൽ എന്നെ സാക്ഷീകരിക്കുന്നത് പോലെ റോമിലും എന്നെ സാക്ഷീകരിക്കും.
ഞാനതിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും എൻ്റെ ഹൃദയത്തിനകത്ത് ഒരു നിയോഗം പറയാൻ, യെരൂശലേമിൽ എന്നെ സാക്ഷീകരിച്ചതുപോലെ റോമിലും എന്നെ സാക്ഷീകരിക്കും എന്ന സന്ദേശം കേട്ട് രാത്രിയിൽ ദൈവ സന്ദേശം കേട്ട് സന്തോഷിച്ച പൗരൂസ് പ്രഭാതത്തിൽ നോക്കുമ്പോൾ കണ്ട കാഴ്ച എന്തെന്നറിയോ? നേരം പുലർന്നപ്പോൾ 40ഓളം യഹൂദന്മാർ ഒന്നിച്ചു വന്ന് വിളിച്ചു പറഞ്ഞു, നിന്നെ കൊന്നുകളയുവോളം ഞങ്ങൾ ഭക്ഷണം കഴിക്കില്ല, പാനീയം കുടിക്കില്ല. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ആ വെല്ലുവിളി കേട്ടപ്പോൾ പൗലൂസ് ചിരിക്കാൻ കാര്യം എന്താണ്? കഴിഞ്ഞ രാത്രിയിൽ കർത്താവ് പറഞ്ഞു, നീ റോമിലെത്തുമെന്ന്. ഇല്ല, മനസ്സിലായില്ല നിങ്ങൾക്ക്? കഴിഞ്ഞ രാത്രിയിൽ ദൈവം കേൾപ്പിച്ച ദൂത് റോമിലെത്തുമെന്നാണെങ്കിൽ 40 അല്ല, 400 അല്ല, 4000 അല്ല, 4 ലക്ഷമല്ല, 4 കോടിയല്ല, 40 കോടി ജനം അടുത്തു വന്ന് നിന്നെ കൊന്നു കളയുമെന്ന് പറഞ്ഞാലും അത് സംഭവിക്കത്തില്ല. സന്തോഷം ഉണ്ടെങ്കിൽ ചേർന്നൊരാമേൻ. ഇന്ന് രാത്രിയിൽ ദൈവിക ആഗ്രഹങ്ങൾക്ക്, ദൈവിക വാഗ്ദത്തങ്ങൾക്ക് എതിരെ കയറി വരുന്ന വെല്ലുവിളിയെ മൈൻഡ് ചെയ്യാതെ ഇന്ന് രാത്രി ആത്മനിറവിൽ പറ, നീ എത്ര വെല്ലുവിളിച്ചാലും ദൈവം എന്നെ എത്തിക്കേണ്ട ഇടത്ത് ഭദ്രമായി എത്തിക്കും. നീ എത്ര വെല്ലുവിളിച്ചാലും ആൻറ്റി പ്രാർത്ഥിച്ചതുപോലെ ശാന്തത വന്നതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. അവർ ആഗ്രഹിച്ച തുറമുഖത്ത് ദൈവം അവരെ എത്തിച്ചു. സന്തോഷം ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ എത്ര പേർ വായ് തുറന്ന് വിളിച്ചു പറയും, ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഡെസ്റ്റിനിയിൽ ഞാൻ എത്താൻ പോകുകയാണ്, ആ ലക്ഷ്യത്തിൽ ദൈവം എന്നെ കൊണ്ടെത്തിക്കാൻ പോകും. വഴിയിൽ ഇന്ന് രാത്രി നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിക്ക്. വഴിയിൽ നശിച്ചു പോകാതിരിപ്പാൻ ഇന്ന് രാത്രി പുത്രനെ ചുംബിക്ക്. അന്ന് സന്ധ്യയായപ്പോൾ യേശു പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. അക്കരയ്ക്ക് പോകാമെന്നുള്ള വാർത്ത കേട്ട് സന്തോഷത്തോടെ പടകിൽ കയറി, സന്തോഷത്തോടെ ആനന്ദത്തോടെ കൈയടിച്ച്, സന്തോഷത്തോടെ പാട്ടുപാടി ഇറങ്ങിത്തിരിക്കുക ശിഷ്യന്മാർ. പെട്ടെന്ന് യേശുവിന് അല്പമല്ലാത്ത ശുശ്രൂഷയിലുള്ള ക്ഷീണം കൊണ്ട് തന അമരത്ത് തലയിണ വെച്ച് ഉറങ്ങിയങ്ങ് പോയി. അവർ മുമ്പോട്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് വേദപുസ്തകം പറയുന്നത്, അപ്പോൾ ഒരു ചുഴലിക്കാറ്റടിച്ചു എന്ന്. ചുഴലിക്കാറ്റിൻ്റെ പ്രത്യേകത, മുൻപോട്ട് പോകാൻ പറ്റില്ല, പുറകിലേക്ക് പോകാൻ കഴിയില്ല, ഇരുവശത്തേക്കും പോകാൻ കഴിയില്ല. വട്ടം കറക്കുന്ന കാറ്റാണ് ചുഴലിക്കാറ്റ്. ആ ചുഴലിക്കാറ്റിനകത്ത് അവർ വല്ലാതെ ഭാരപ്പെട്ടു. അവരുടെ കൈയുടെ അധ്വാനം കൊണ്ട്, അവരുടെ കൈയുടെ സാധ്യത കൊണ്ട് അവർ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ നോക്കി. പക്ഷേ ഒന്നും അവർക്ക് തൃപ്തിയോടെ പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. അയ്യം വിളിക്കുന്നവർ, നിലവിളിക്കുന്നവർ ആ വെള്ളത്തിനകത്ത് താണുപോകുമെന്ന് അവർ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവരൊരു കാര്യം ഓർക്കുന്നത്, ഞങ്ങൾ വെറുതെ അല്ല അയക്കപ്പെട്ടത്, ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ കർത്താവുണ്ട്, ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ കർത്താവ്. ഓ സാധാര, ഞാൻ ഇന്ന് രാത്രി ആത്മാവിൽ ദൂത് പറയുന്നു, നിന്റെ പ്രതിസന്ധിക്കകത്ത്, നിന്റെ ആ വെല്ലുവിളിക്കകത്ത്, അല്ലെങ്കിൽ ആ വട്ടം കറങ്ങുന്ന അവസ്ഥയ്ക്കകത്ത് ഇന്ന് രാത്രിയിൽ ഹൃദയത്തിനകത്ത് ഒരു ബോധ്യം ഉണ്ടാകട്ടെ, ഞാൻ ഒറ്റക്കല്ല ആ പടകിനകത്ത്, എൻ്റെ കർത്താവ് ആ പടകിനകത്തുണ്ട്. എൻ്റെ കർത്താവ്, ഓ ഷദറബ, ഞാൻ ഇന്ന് പകൽ പ്രസംഗിച്ചതുപോലെ നമുക്കൊരു ദൈവം ഉണ്ടെന്ന് സന്തോഷം ഉണ്ടെങ്കിൽ ചേർന്നൊരാമീൻ പറ. പടകിനകത്ത് നസ്രയൻ കിടക്കുകയാ. പെട്ടെന്ന് പത്രോസോ യോഹന്നാനോ മറ്റ് അപ്പോസ്തലന്മാരോ ആയിരിക്കാം യേശുവിനെ തട്ടി വിളിച്ചു പറഞ്ഞു, നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? പെട്ടെന്ന് നസ്രയൻ എഴുന്നേറ്റു, കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. ശാന്തതയുണ്ടായി. അടുത്ത 5:1 വായിക്കുന്നെന്നറിയാമോ? അവർ അക്കരെ എത്തിയെന്ന്. മനസ്സിലാകുന്നെങ്കിൽ രാമേൻ പറ. വിളിച്ചിറക്കിയ വിശ്വസ്തനാകട്ടോ. വിളിച്ചിറക്കിയ ദൈവം വിശ്വസ്തനാ. 2025 ഡിസംബർ മാസം 2-ാം തീയതിയിലും എൻ്റെ ദൈവത്തിൻ്റെ ഏറ്റവും കരുത്തുള്ള സ്വഭാവം, അവൻ വിശ്വസ്തനായ ദൈവമാണ്. ആരൊക്കെ വഴിയിൽ വെച്ചുപേക്ഷിച്ചാലും, ആരൊക്കെ വഴിയിൽ വെച്ചു മാറിപ്പോയാലും, ആരൊക്കെ ഈ യാത്രയിൽ നിന്നെ ഇട്ടിട്ട് പോയാലും, നിന്റെ ദൈവം നിന്നെ ഇടത്തില്ല. നിന്റെ ദൈവം നിന്നെ വിട്ടിട്ട് പോകില്ല. സന്തോഷമുണ്ടെങ്കിൽ രാമേ. ചിലരെ ഞാൻ ഇന്ന് രാത്രി ധൈര്യപ്പെടുത്തുക കേട്ടോ. ഈ മരുഭൂയാത്രയിൽ, ഈ ഊഷര മരുഭൂമിയിൽ, ചൂടേറിയ മരുഭൂമിയിൽ, തേളും മഹാസർപ്പവുമുള്ള ഈ മരുഭൂമിക്കകത്ത്, ഈ പ്രതിസന്ധിയുടെ നടുവിൽ നിങ്ങളെ വിട്ടിട്ട് പോകുന്ന ആയിരക്കണക്കിന് ആളുകൾ കാണാം. പക്ഷെ നിങ്ങളുടെ ദൈവം നിങ്ങളെ വിട്ടിട്ട് പോകില്ല. അവൻ വിളിച്ചിറക്കിയതാണെങ്കിൽ എത്തേണ്ട ലക്ഷ്യത്തിൽ നിങ്ങൾ എത്തും വരെ അവൻ നിങ്ങളുടെ കയ്യിൽ പിടിച്ചിരിക്കും. സന്തോഷം. ഓ റബ കഥ റബ. എത്ര പേർക്ക് ഇന്ന്
രാത്രി വായ തുറന്ന് പറയാൻ കഴിയുന്നുണ്ട്. 2025 നിങ്ങൾക്ക് എത്ര വയസ്സെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇന്ന് രാത്രി 50, 60, 70 വയസ്സിനകത്ത് എത്ര പേർ നമ്മെ വിട്ടുമാറിപ്പോയി. പക്ഷെ ഇന്ന് രാത്രിയിലും വിട്ടുമാറാത്തൊരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എന്റെ ദയ നിന്നെ വിട്ടുമാറി. കരോ നടിച്ച് കർത്താവിന് ഹടകം ബരകം ബരഗ തുരകം ധരജം ബരദൽ ഹടക രഗദ 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 രഗദ. ഹല്ലേലൂയ. 24-ാം അധ്യായത്തിൽ ഫെലിക്സിനോട് സംസാരിക്കുക, 25-ാം അധ്യായത്തിൽ ഫെസ്തോസിനോട് സംസാരിക്കുക. നിങ്ങൾ വായിച്ചാൽ മനസ്സിലാകും. വ്യക്തിപരമായി സംസാരിക്കുക പൗലൂസ്, ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ്. ഇനി 26-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അഗ്രിപ്പ രാജാവിനോട് സംസാരിക്കുന്നത്. ആരോടാ? പറയുന്ന വാക്കെന്താ? അഗ്രിപ്പ രാജാവേ, സ്വർഗീയ ദർശനത്തിന് ഞാൻ അനുസരണക്കേട് കാണിക്കില്ല. പെട്ടെന്ന് അഗ്രിപ്പ രാജാവ് ചോദിക്കുന്ന ചോദ്യം, നീയും എന്നെ ഒരു ക്രിസ്ത്യാനിയാക്കാൻ ശ്രമിക്കുകയാണോ? പെട്ടെന്ന് പൗലൂസ് പറയുന്ന കാര്യം എന്താണെന്നറിയോ? ഈ ചങ്ങലയൊഴികെ എല്ലാവരും എന്നെ പോലെ ആകണമെന്നാ. മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ആമേൻ പറ. രാജാക്കന്മാരുടെ മുമ്പിൽ മുട്ടുവിറച്ച് വല്ലാതെ ഭയപ്പെട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനായിട്ടല്ല ശൗല് കാര്യങ്ങൾ പ്രസ്താവിക്കുന്നത്. തൻ ധൈര്യസമേതം പറയുക, അവിടെയും സുവിശേഷം പറയുക. അഗ്രിപ്പ രാജാവേ, നീയും ക്രിസ്ത്യാനിയാകുവാനാണ് ദൈവത്തിൻ്റെ ഹിതമെങ്കിൽ അങ്ങനെ നടക്കട്ടെ. വീണ്ടും 27-ാം അധ്യായം പരിശോധിക്കുമ്പോൾ റോമിലേക്കുള്ള യാത്രയാണ്. ആ യാത്രയെക്കുറിച്ച് ധാരാളം പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. റോമിലേക്കുള്ള യാത്രയാണ്. റോമിലേക്കുള്ള യാത്രയ്ക്കകത്ത് പ്രതിസന്ധികൾ വന്നു, വെല്ലുവിളികൾ വന്നു. പക്ഷേ അതിന് നടുവിൽ പൗലൂസ് ആ കൂടെ യാത്ര എന്ന് ഉറപ്പിക്കുന്നൊരു കാര്യമുണ്ട്. ഉറപ്പിക്കുന്ന കാര്യം, ദൈവം എന്നോട് അരുളി ചെയ്യുന്നത് പോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. നിങ്ങൾ തകരില്ല പ്രിയപ്പെട്ടവരെ, കപ്പൽ തകരുമായിരിക്കാം, പക്ഷെ പ്രാണനൊരു നാശവും ഉണ്ടാകില്ല. നാം ഒരു പാറമേൽ മുട്ടി ഇത് നശിക്കപ്പെട്ട് കാണാം, ബോട്ട് നശിക്കപ്പെടാം, കപ്പൽ നശിപ്പിക്കപ്പെടാം, പക്ഷെ നാം എത്തേണ്ട ഒരിടമുണ്ട്, അവിടെ ദൈവം എത്തിക്കും എന്ന് പറഞ്ഞ് പൗലൂസ് അവരെ ധൈര്യപ്പെടുത്തിയിട്ട് 28-ാം അധ്യായത്തിന് 1-ാം വാക്യം ഞാൻ പലപ്പോഴും ആവർത്തിച്ചു പറയുന്നൊരു വാക്യമുണ്ട്. രക്ഷപ്പെട്ട ശേഷം ആ ദ്വീപിൻ്റെ പേര് മെലീത്ത എന്ന് ഗ്രഹിച്ചു. അവിടുത്തെ ബർബരന്മാർ അസാധാരണ ദയ കാണിച്ചു. അവിടെയും പൗലൂസ് ക്രിസ്തുവിനെ വെളിപ്പെടുത്തുകയാണ്. ഇനി 28-14 വാക്യം എന്താ പറയുന്നറിയോ? അങ്ങനെ പൗലൂസ് റോമിലെത്തിയെന്നാണ്. അങ്ങനെ പൗലൂസ് റോമിലെത്തി. അപ്പോൾ റോമിലേക്കുള്ള യാത്രയ്ക്കകത്ത് എത്ര തടസ്സങ്ങൾ, എത്ര പോരാട്ടങ്ങൾ വന്നാലും, കാറ്റും പ്രതികൂലമായി നിന്നാലും എത്തേണ്ട ഇടത്ത് ഇതാ പൗലൂസിനെ ദൈവം കൊണ്ടെത്തിച്ചു. അതാണ് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിനകത്തെ വിഷയത്തിൻ്റെ ഒരു സംക്ഷിപ്തമായ രൂപം. നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഇന്ന് രാത്രി എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന ഏറ്റവും ശക്തമായൊരു സന്ദേശം പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ജനത്തിനൊന്ന് പറഞ്ഞു കൊടുക്കണമെന്നാണ്. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് എന്നേക്കാൾ നന്നായി ബോധ്യം നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഉണ്ടാകാം. പക്ഷേ എൻ്റെ ഹൃദയത്തിനകത്ത് ദൈവം നൽകുന്ന ചില പ്രത്യേക ദൈവിക ദൂതുകൾ, പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച് ചില പ്രത്യേക ദൂതുകൾ ഞാൻ നിങ്ങളോട് എൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിനനുസരിച്ച്, എൻ്റെ പ്രാപ്തിക്കനുസരിച്ച് വിശുദ്ധീകരിപ്പാൻ ദൈവനാമത്തിൽ തയ്യാറാകുകയാണ്. നാം വായിച്ച വാക്യം, ബന്ധക്കോസ്ത് നാൾ വന്നപ്പോൾ അവരെല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. നമുക്കറിയാം, ഇസ്രായേലിനെ ആചരിപ്പാൻ കൊടുത്തിരിക്കുന്ന 7 പ്രധാനപ്പെട്ട ഉത്സവങ്ങളുണ്ട്. 1 പെസഹയാണ്, 2 പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളാണ്, 3 ആദിബലക്കറ്റ പെരുന്നാളാണ്, 4 ബന്ധക്കോസ്ത് പെരുന്നാളാണ്, 5 കാഹളധ്വനി പെരുന്നാളാണ്, 6 മഹാപാപപരിഹാര പെരുന്നാളാണ്, 7 കൂടാര പെരുന്നാളാണ്. അല്ലേ? അപ്പോൾ 7 പ്രധാനപ്പെട്ട പെരുന്നാളുകൾ. ധാരാളം പെരുന്നാളുകൾ വീണ്ടും ഉണ്ട്, പക്ഷേ 7 പ്രധാനപ്പെട്ട പെരുന്നാളുകളാണ്. 1 പെസഹയെ കാണിക്കുന്ന എന്താ? കടന്നുപോക്ക്. അല്ലേ? കടന്നുപോക്ക് കർത്താവിൻ്റെ കാൽവറി മരണമാണ്. പൗലൂസ് പറഞ്ഞു, നമ്മുടെ പെസഹ കുഞ്ഞാടോ അറുക്കപ്പെട്ടു, അത് ക്രിസ്തു തന്നെ. അപ്പം പെസഹ യേശുക്രിസ്തുവിൻ്റെ കാൽവറിയാണ്. ഇനി പെസഹ ആചരിച്ചവർ അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ കാൽവറി മരണത്തെ വിശ്വസിച്ചവർ അടുത്ത് ചെയ്യുന്ന കാര്യം പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വിശുദ്ധിയോടെ ജീവിക്കുക എന്ന് വിശുദ്ധിയോടെ ജീവിക്കുക. ജീവിതത്തിനകത്ത് ദുരുപദേശത്തിൻ്റെ പുളിപ്പോ, ജീവിതത്തിനകത്ത് അശുദ്ധിയുടെ പുളിപ്പോ ഒന്നും സ്വീകരിക്കാതെ ജീവിതം സുഗമമായി സന്തോഷത്തോടെ വിശുദ്ധിയോടെ മുൻപോട്ട് പോകണമെന്നാണ് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ സാക്ഷീകരിക്കുന്നത്. ഇനി മൂന്നാമത്തെ പെരുന്നാൾ ആദിബലക്കറ്റ
പെരുന്നാൾ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. ആദ്യബലം ക്രിസ്തു. പിന്നെ പറഞ്ഞേ ആ വാക്ക്, സന്തോഷം നൽകുന്ന വാക്കല്ലേ അത്, പ്രത്യാശ നൽകുന്ന വാക്കല്ലേ. ആദ്യബലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ. യേശുക്രിസ്തുവിൻ്റെ മരണപുനരുത്ഥാനത്തെക്കുറിച്ച് പൗലോസ് വിശദീകരിച്ച് സഭയുടെ ഉദ്ധാരണത്തെക്കുറിച്ച്, സഭയുടെ പുനരുത്ഥാനത്തെക്കുറിച്ച്, സഭയുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ പൗലോസ് പറയുക ആദ്യബലം ക്രിസ്തുവാണ്, പിന്നെ ക്രിസ്തുവിലുള്ളവരാണ്. സന്തോഷിക്കുക ദൈവസഭയെ, PMG ദൈവസഭ സന്തോഷിക്കണം. ഇന്ന് രാത്രി യേശു ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റെങ്കിൽ കർത്താവിൻ്റെ വരവിൽ തൻ്റെ സഭയും രൂപാന്തരപ്പെട്ട് മരിച്ചവർ അക്ഷര ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടും. ഇന്ന് രാത്രിയിലും സന്തോഷവും പ്രത്യാശയും ഉള്ളവരൊക്കെ ആ വായൊന്ന് തുറന്ന് കർത്താവ്, ഈ ചുക്കിച്ചുളിഞ്ഞ ശരീരം ഉണ്ടല്ലോ, നിറവ്യത്യാസമുള്ള ശരീരം ഉണ്ടല്ലോ, കേൾക്കുന്നുണ്ടോ? നിറവ്യത്യാസമുള്ള ശരീരം, ചുക്കിച്ചുളിഞ്ഞ ശരീരം, ബലഹീന ശരീരം, ഇപ്പൊ രോഗം നിറയപ്പെട്ട ശരീരം ഉണ്ടല്ലോ, കർത്താവിന്റെ വരവിൽ അധികം രോഗമായിട്ട് എഴുന്നേൽക്കുകയല്ല. ഈ രോഗമുള്ള ശരീരം കർത്താവിന്റെ വരവിൽ എഴുന്നേൽക്കുന്നത് ക്ഷയമില്ലാത്തതുപോലെ. മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ആമേൻ പറ. ബലഹീനതയിൽ വിതയ്ക്കുന്നു, ശക്തിയിൽ ഉയർക്കുന്നു എന്നാണ്. സന്തോഷമുണ്ടെങ്കിൽ Jesus! Shibaragadaga jadagadaga jalagadaga jagalagadaga hardal kara jaladayara. ഞാനൊരു വാക്കുകൂടെ പറഞ്ഞ് അടുത്ത ഭാഗത്തിലേക്ക് പ്രവേശിക്കാം. വേദപുസ്തകം നിങ്ങൾ പരിശോധിക്കുമ്പോൾ വേദപുസ്തകത്തിനകത്ത് പുനരുദ്ധാനമുണ്ട്, പുനർജീവനമുണ്ട്. കേൾക്കുന്നുണ്ടോ? ഞാനിത് പറഞ്ഞോ ഇല്ലയെന്ന് എനിക്കറിയില്ല, പക്ഷെ പറഞ്ഞെങ്കിൽ ക്ഷമിക്കണം, പറഞ്ഞില്ലെങ്കിൽ ഏറ്റെടുത്തോണം. പുനരുദ്ധാനമുണ്ട്, പുനർജീവനമുണ്ട്. പുനരുദ്ധാനവും പുനർജീവനവും നമുക്കറിയാം പ്രിയപ്പെട്ടവരെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയ്ക്കകത്ത് യേശു പ്രധാനപ്പെട്ട 3 പേരെ ഉയർപ്പിച്ചിട്ടുണ്ട്. ലാസറിനെ യേശു ഉയർപ്പിച്ചു. ലാസർ ദീനമായി കിടന്നു, പിന്നീട് മരിച്ചു. വീണ്ടും ലാസറിനെ യേശു ഉയർപ്പിച്ചു. വീണ്ടും ലാസർ മരിച്ചു. മരിച്ചോ ഇല്ലയോ? ഇന്ന് വരെ ഉണ്ടോ? ഇല്ല. ലാസർ മരിച്ചു. ഇനി നൈൻ പട്ടണത്തിൽ വിധവയുടെ ഏകജാതന മകനെ യേശു ഉയർപ്പിച്ചു, വീണ്ടും മരിച്ചു. ഒരു പ്രത്യേക സമയമായപ്പോൾ വീണ്ടും മരിച്ചു. യായിറോസിൻ്റെ കുഞ്ഞുമകളെ യേശു ഉയർപ്പിച്ചു, വീണ്ടും ആ കുഞ്ഞുമകൾ മുൻപോട്ട് ജീവിച്ചു, വീണ്ടും മരിച്ചു. അതെല്ലാം പുനർജീവനമാണ്. പക്ഷെ സഭയ്ക്ക് നൽകുന്ന ദൈവിക ഉറപ്പെന്താണെന്നറിയോ? നാം പുനർജീവനം പ്രാപിക്കുകയല്ല, കർത്താവിൻ്റെ വരവിൽ നാം പുനരുദ്ധാന ശരീരങ്ങളായി. നമ്മുടെ കർത്താവ് മരിച്ചു, അവൻ ഉയർത്തെഴുന്നേറ്റു. ഇന്നും മരിച്ചോ? പറ. കർത്താവ് മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. ഇന്നും മരിച്ചോ? ഇല്ല. കർത്താവ് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് പിതാവിൻ്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി എന്നാ ഇന്ന് രാത്രിയിലും വിശ്വസിച്ചോണം പ്രിയപ്പെട്ടവരെ. കർത്താവിൻ്റെ വരവിൽ നമുക്ക് നൽകുന്ന ശരീരം പുനരുദ്ധാന ശരീരമാണ്. സന്തോഷം ഉണ്ടെങ്കിൽ ചേർന്ന് ആമേൻ പറ. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രിയിലും ദൈവത്തെ സ്തുതിക്ക. ഹല്ലേലൂയ. ആദിബലക്കറ്റ പെരുന്നാൾ കഴിഞ്ഞിട്ടാണ് ബെന്തക്കോസ് നാൾ. ബെന്തക്കോസ് നാൾ ഞാനത് വിശദീകരിച്ചിട്ട് ബെന്തക്കോസ് നാളിലേക്ക് വരാം കേട്ടോ. ബെന്തക്കോസ് നാൾ അത് കഴിഞ്ഞുള്ള പെരുന്നാളാണ് കാഹളധ്വനി. അത് കർത്താവിൻ്റെ വരവാണ്. അടുത്ത മഹാപാവപരിഹാര പെരുന്നാൾ, അത് ഇസ്രായേലിനോട് ബന്ധപ്പെട്ടാണ്. ഇനി 7ാമത്തെ പെരുന്നാൾ കൂടാര പെരുന്നാളാണ്. ഇതാ മനുഷ്യൻ്റെ കൂടെ ദൈവത്തിൻ്റെ കൂടാരം. കേൾക്കുന്നുണ്ടോ? നാം ഒന്നിച്ചു വാഴുന്നൊരു സമയം വരാൻ പോവാ. ഹോഡാ റബ. അന്ന് അവരുടെ കണ്ണിൽ നിന്നെല്ലാം കണ്ണുനീർ. സന്തോഷം ഉണ്ടെങ്കിൽ രാമയം പറ. ഇനി മരണം ഉണ്ടാകില്ല. ഞാനിത് പറയുമ്പോൾ എത്ര ഹൃദയത്തിനകത്തെ സന്തോഷമുണ്ട്. ഇവിടെ കരച്ചിൽ നിറഞ്ഞ മണ്ണാണ്, കരഞ്ഞ് വിലപിക്കുന്ന ഭൂമിയാണ്. പക്ഷെ കർത്താവിൻ്റെ വരവിൽ
കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ കർത്താവ് പ്രത്യക്ഷമായതിനു ശേഷം ജനത്തെ കൂട്ടിവരുത്തി ജനത്തോടൊന്നിച്ചു വാസം ചെയ്യുന്നൊരു ദിവസമുണ്ട്. അന്ന് കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം കർത്താവ് അങ്ങ് തുടയ്ക്കും. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രിയിലും ആ സന്തോഷ സുദിനങ്ങളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ യൗവനക്കാരെ, സഹോദരങ്ങളെ, മാതാപിതാക്കളെ, എന്നേക്കാൾ ശ്രേഷ്ഠമായ ദൈവദാസന്മാരെ, നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുന്ന ഒരു പൊൻപുലരി നമുക്ക് വേണ്ടി ഒരുങ്ങി വരാൻ പോകുകയാണ്. സന്തോഷമുണ്ടെങ്കിൽ ചേർന്ന് ദൈവത്തിൽ. ഇനി ആദ്യ ബലക്കറ്റ പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം 7 ശബത്തെണ്ണി പിന്നീട് അടുത്ത ദിവസം ആചരിക്കുന്ന പെരുന്നാളാണ് ബെന്തക്കോസ്ത് നാൾ. 7 7 49 + 1 50. 50-ാം ദിവസം എന്നാണ് ബെന്തക്കോസ് എന്ന് പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥം. ബെന്തക്കോസ്ത് നാൾ. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. ബെന്തക്കോസ്ത് നാൾ അവരെല്ലാവരും ഒരു സ്ഥലത്ത് എന്ന് എല്ലാവരും ഒന്ന് പറഞ്ഞേ. എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. ബെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും വിഘടിച്ച് അടിയുണ്ടാക്കി പറഞ്ഞേ. അങ്ങനെയാണോ? അല്ല. ബെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവരെല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. ആ കൂട്ടത്തിൽ ആരില്ല? യൂദ ഇല്ല. യൂദ ആത്മഹത്യ ചെയ്തു അല്ലേ? യൂദ ആത്മഹത്യ ചെയ്തു. ഇനി കേട്ടോണം. യേശുവിനെ ഗദസമനയിൽ വെച്ച് പിടിച്ചു കിട്ടുമ്പോൾ ശിഷ്യന്മാർ എല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയെന്നാണ്. ആരെ പിടിച്ചാൽ പോലും കിട്ടാത്ത വിധത്തിൽ ഓടിപ്പോയി അല്ലേ? 11 പേരും ചതറി ഓടിക്കളഞ്ഞു. പത്രോസ് ഒരു ഭാഗത്ത്, അന്ത്രയോസ് ഒരു ഭാഗത്ത്, ഫിലിപ്പോസ് ഒരു ഭാഗത്ത്, ബർത്തലോമായ ഒരു ഭാഗത്ത്, മത്തായി ഒരു ഭാഗത്ത്, അങ്ങനെ ചതറി ഓടിക്കളഞ്ഞു. പക്ഷേ യേശു 40ഓളം നാൾ പ്രത്യക്ഷമായിട്ട് അവരോട് പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കുന്നു. ഞാൻ യഹൂദന്മാരെ പേടിച്ചു വാതിലടച്ചിരിക്കാൻ നടുവിൽ വന്ന് യേശു പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണം എന്ന ശബ്ദം കേട്ട്, വാഗ്ദത്തം കേട്ട് ബെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ ഒരു സ്ഥലത്ത് അവർ ഒന്നിച്ചുകൂടി. നാം പലപ്പോഴും അത് പറയുന്നത് മർക്കോസിന്റെ മാളിക മുറി എന്നാണ്. മർക്കോസിന്റെ മാളിക മുറി എന്ന് തന്നെയാകട്ടെ, മർക്കോസിന്റെ മാളിക മുറിക്കകത്ത് അവർ ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. ഞാൻ പറയുന്ന ദൂതെല്ലാവരും കേട്ടോണം. ബെന്തക്കോസ്ത് എന്ന് പറയുന്നത് ചിതറിപ്പിച്ച് ഭരിക്കുന്നൊരു പ്രസ്ഥാനമല്ല. കേട്ടോ? എല്ലാവരും കേൾക്കണം. ഈ കാലഘട്ടത്തിൽ ഏറ്റവും അത്യാവശ്യമായ സന്ദേശമാണ്. ബെന്തക്കോസ്ത് എന്ന് പറയുന്നത് ചിതറിപ്പിച്ച് ഭരിക്കുന്ന ഒരു മേഖലയല്ല. ബെന്തക്കോസ്ത് എന്ന് പറയുന്നത് ചിത്രിപ്പിക്കുന്ന ആത്മാവ് വിളയാടുന്നൊരു സ്ഥലവുമല്ല. ബെന്തക്കോസ്ത് എന്ന് പറയുന്നത് ഒന്നിപ്പിച്ച് നിർത്തുന്ന ദൈവത്തിന്. സന്തോഷം ഉണ്ടെങ്കിൽ രാമയും പറ. ബെന്തക്കോസ്തിന്റെ ശക്തി അകത്ത് കയറിയ ചിതറിപ്പിക്കുന്ന ചിന്താഗതിയല്ല ഉണ്ടാകുന്നേ, ചിത്രിപ്പിക്കുന്ന മനോഭാവങ്ങളല്ല വെളിപ്പെട്ട് വരുന്നേ. ബെന്തക്കോസ്തിന്റെ ശക്തി അകത്ത് കയറിയാൽ നാം എല്ലാവരും പറയും, നമുക്ക് ഒരുമിച്ച് നിൽക്കാം, ദേശത്ത് ദൈവം വൻ കാര്യം. മനസ്സിലാകുന്നെങ്കിൽ ചേർന്നൊരാമേൻ. ഉപവാസ പ്രാർത്ഥനയുടെ 12ാമത്തെ പകലും ഈ ദൂത് അങ്ങോട്ട് അകത്തേക്ക് കയറട്ടെ. ബെന്തക്കോസ്ത് വിഘടിച്ച് ഭരിക്കുന്നൊരു പ്രസ്ഥാനമല്ല, ചിത്രിപ്പിക്കുന്ന ആത്മാവ് വിളയാടുന്നൊരു സ്ഥലവുമല്ല. ബെന്തക്കോസ്ത് എന്ന് പറയുന്നത് ഒന്നിപ്പിച്ച് നിർത്തുന്ന ദൈവത്തിന്റെ കാര്യപരിപാടിയാണ്. തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ കരവൊന്നടിച്ചിട്ട് പറ, ഈ ശക്തി എൻ്റെ മേൽ വന്നാൽ വിഘടിപ്പിക്കുകയല്ല, ചതറിപ്പിക്കുകയല്ല. ഈ ശക്തി എൻ്റെ മേൽ വന്നാൽ അത് ഐക്യതയിലേക്ക് എന്നെ വഴി നടത്തുക. എരിവുകാരനായ ശീമോൻ ഉണ്ടായിരിക്കാം, എടുത്തുചാട്ടക്കാരനായ പത്രോസ് ഉണ്ടായിരിക്കാം, ചുങ്കം പിരിക്കുന്ന മത്തായി ഉണ്ടായിരിക്കാം. എല്ലാവരും പ്രത്യേക കാറ്റഗറിയിൽപ്പെട്ടവരാണ്. പക്ഷെ ബെന്തക്കോസ്ത് നാൾ അവർ ആ സ്വഭാവങ്ങൾ മുഴുവൻ മാറ്റിവെച്ച് അവർ ഐക്യതയോടെ നിൽക്കുക. ഇന്ന് രാത്രിയിലും ആത്മാവ് ശക്തമായിട്ട് ഇടപെടുകയാണ്. ഈ രാത്രിയിലും ഐക്യതയുടെ ആത്മാവ്. ബെന്തക്കോസ്തിനകത്ത് നിറങ്ങിപ്പോയ, ബെന്തക്കോസ്തിനകത്ത് അന്യം നിന്ന് ഐക്യതയുടെ ആത്മാവ് PMG ദൈവസഭയ്ക്കകത്ത് ഇന്ന് രാത്രിയിലും ചലിക്കട്ടെ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഏറ്റെടുത്ത് ദൈവത്തെ
ആ കരമൊന്ന് അടിച്ചൽപ്പസമയം കൂടെ ദൈവത്തെ ഒന്ന് സ്തുതിക്ക്. ഇന്ന് രാത്രി വിഘടിപ്പിക്കുന്ന ആത്മാവ്, ചിതറിപ്പിക്കുന്ന ദുഷ്ടശക്തികൾ ഇന്ന് രാത്രി പൊളിഞ്ഞു മാറട്ടെ. അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ, അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ യെരൂശലേമിനെ ചിതറിപ്പിക്കുന്ന കൊമ്പുകൾ, യെരൂശലേമിനെ ചിതറിപ്പിക്കുന്ന കൊമ്പുകൾ ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കൊല്ലന്മാർ ഇറങ്ങി വന്ന് ചിതറിപ്പിക്കുന്ന കൊമ്പുകളെ തകർത്തതുപോലെ അഭിഷേകമുള്ളവർ ഇന്ന് രാത്രി ആത്മതലത്തിൽ കയറിയിട്ട് ആ ചിതറിപ്പിക്കുന്ന മേഖലയെ ആത്മാവിൽ വെട്ടിക്കണോ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവരൊരുമനപ്പെട്ട് മർക്കോസിന്റെ മാളികമുറിയിൽ കാത്തിരിക്കുക. ഞാൻ പറഞ്ഞു, അവരുടെ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, മക്കളുടെ വിവാഹമല്ല, ഒരു വീടിൻ്റെ ആവശ്യത്തിന് വേണ്ടിയല്ല, അടുത്തൊരു പണയിടപാട് നടത്താൻ വേണ്ടിയല്ല. അവരുടെ ഹൃദയത്തിനകത്തൊരൊറ്റ വാഞ്ച, പരിശുദ്ധാത്മാവ്. എത്ര പേർക്ക് ഇന്ന് രാത്രി അങ്ങനെ ഒരു വാഞ്ചയുണ്ട്? നിങ്ങളുടെ ഭൗതിക വിഷയങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, നിങ്ങളുടെ ഭൗതിക മേഖലകളൊക്കെ ആ വിഷയങ്ങളൊക്കെ നിൽക്കട്ടെ, ആ തലമുറയെക്കുറിച്ചുള്ള ഭാരമൊക്കെ നിൽക്കട്ടെ. പക്ഷെ അതൊക്കെ മാറ്റിവെച്ചിട്ട് ഇന്ന് രാത്രി ആഗ്രഹിക്കണം പരിശുദ്ധാത്മാവിനെ. പരിശുദ്ധാത്മാവിനെ ഇന്ന് രാത്രി ആഗ്രഹിച്ചാൽ, പരിശുദ്ധാത്മാവിന് ഇന്ന് രാത്രി ഒന്ന് എൻ്റെ മേൽ വരണമെന്ന് നിങ്ങൾ ആഗ്രഹത്തോടെ കരഞ്ഞാൽ, ആത്മാവ് വന്നാൽ, ആത്മാവ് നിങ്ങളുടെ മേൽ ചലിച്ചാൽ, ആത്മാവ് നിങ്ങളുടെ മേൽ വ്യാപരിച്ചാൽ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല, നിങ്ങൾ ചിന്തിക്കുന്ന പോലെയല്ല, അതിനപ്പുറമായ കാര്യ നടപടികൾ ആത്മാവ് നിങ്ങളിൽ ചെയ്യും, നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ ചെയ്യും. ഇന്ന് രാത്രി തലമുറകൾ, എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന തലമുറകൾ, എൻ്റെ സ്തോത്രം, ഈ വർഷിപ്പ് ലീഡ് ചെയ്യുന്ന ദൈവദാസന്മാർ എല്ലാവരും ഇന്ന് രാത്രി സ്വീകരിക്കണം. കർത്താവ്, ഇത് പോരെനിക്ക്, ഈ ശക്തി പോരെനിക്ക്. 2025 ഡിസംബർ മാസം 2-ാം തീയതി ആകുന്ന ഈ സമയം, 2-ാം തീയതി രാത്രിയാകുന്ന ഈ സമയത്ത് ഈ ശക്തി എനിക്ക് പോരെ കർത്താവ്. എനിക്ക് അധികം പരിശുദ്ധാത്മാവിനെ. യേശു ഒരിക്കൽ വിളിച്ചു പറഞ്ഞു, ഒരു മകൻ തന്റെ അപ്പനോട് അപ്പൻ ചോദിച്ചാൽ കല്ല് കൊടുക്കുവോ? മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുവോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുവോ? നിങ്ങൾ കൊടുക്കുവോ? നിങ്ങളുടെ മകൻ, എനിക്കൊരു മകനുണ്ട്, ഒരു മോനുമുണ്ട്, ഒരു മോളുമുണ്ട്. അവര് മുട്ട വേണമെന്ന് എന്നോട് പറഞ്ഞാൽ ഞാൻ പോയി തേളിനെ പിടിച്ചുകൊണ്ട് വരുമോ? അങ്ങനത്തെ ക്രൂരനായ അപ്പനൊന്നും അല്ല ഞാൻ. നിങ്ങളും അങ്ങനെയുള്ളവരല്ല. യേശു പറഞ്ഞു, മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കില്ല നിങ്ങൾ, സ്വതം മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കില്ല നിങ്ങൾ, സ്വതം അപ്പൻ ചോദിച്ചാൽ കല്ല് പെറുക്കി തിന്നോ എന്ന് പറയോ? ഇല്ല. എന്നിട്ട് യേശു അടുത്ത വാക്ക് പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം. ദോഷികളായ നിങ്ങൾ. എന്താ വിളിക്കുന്നേ? ദോഷികളായ നിങ്ങൾ. ദോഷിയായ ഞാൻ, അല്ലെങ്കിൽ ദോഷികളായ നമ്മൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ ഇച്ഛിച്ചാൽ, അടുത്ത വാക്ക് ചേർന്ന് പറഞ്ഞേ, സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം ചോദിക്കണം വാ തുറന്ന്. പണം ചോദിക്കുന്നതിനേക്കാൾ നല്ലത്, പദവി ചോദിക്കുന്നതിനേക്കാൾ നല്ലത് കർത്താവിനോട് പറ, പരിശുദ്ധാത്മാവിനെ വേണമെന്ന് പറ. ഈ രാത്രി എനിക്ക് പരിശുദ്ധാത്മാവ്. കുഞ്ഞുങ്ങളെ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നാൽ അത് ജ്ഞാനത്തിന്റെ ആത്മാവാണ്, വിവേകത്തിന്റെ ആത്മാവാണ്, ശക്തിയുടെ ആത്മാവാണ്, അത് സ്നേഹത്തിന്റെ ആത്മാവാണ്. ഇന്ന് രാത്രി അത് തിരിച്ച് ഇനി അടുത്ത ചില ദിവസങ്ങൾ മാത്രമേ
മാത്രമേ ഈ യോഗ വീഡിയോ ഇങ്ങനെ ഉപവാസ പ്രാർത്ഥനയായിട്ടുള്ളൂ. 9 ദിവസം ചോദിക്കണം പരിശുദ്ധാത്മാവിനെ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ക്ഷേമൊരു എല്ലാം നിറഞ്ഞു എന്ന് പറഞ്ഞിരിക്കരുത് കേട്ടോ. എല്ലാം നിറഞ്ഞു എന്ന് പറഞ്ഞിരിക്കരുത്. ചോദിക്കണം പരിശുദ്ധാത്മാവിനെ. എനിക്കവിടെ നിൽക്കാൻ കഴിയുന്നില്ല ദൈവമേ, എനിക്ക് ആ പാപത്തിൽ നിന്ന് പുറകിലേക്ക് പോകാൻ കഴിയുന്നില്ല ദൈവമേ, എനിക്ക് ആ പ്രതിസന്ധിയെ മറികടക്കാൻ പറ്റുന്നില്ല ദൈവമേ, ആത്മാവിനെ വേണമെന്ന് പറ. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിനെ വേണമെന്ന് പറഞ്ഞാൽ തന്നോട് ചോദിക്കുന്നവർക്ക് അവനെ എത്രയധികം കരമടിച്ച് കർത്താവിനെ ആരാധിക്കും. ഇറങ്ങട്ടെ പരിശുദ്ധാത്മാവ് ഇതിനകത്ത്. പരിശുദ്ധാത്മാവിന്റെ ചലനം ഉണ്ടാകട്ടെ ഇന്ന് രാത്രി. പരിശുദ്ധാത്മാവ് തൊടട്ടെ ജനത്തെ. വ്യത്യസ്ത തലത്തിലേക്ക് പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കട്ടെ. വ്യത്യസ്ത ആത്മീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചിലരെ പുറത്തെടുക്കട്ടെ. സഭ ഈ ദിവസം ആഗ്രഹിക്കേണ്ടതും സഭ ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കേണ്ടതുമായ വിഷയമാണ്. പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്കൊന്ന് പകരണം. പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക്. കർത്താവ് ചിലരെ തൊടുന്നു. എനിക്ക് നന്നായിട്ടറിയാം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരെ തൊടുകയാണ്. മുൻപോട്ട് ശുശ്രൂഷ ചലിക്കണമെങ്കിൽ, മുൻപോട്ട് ശുശ്രൂഷ സുഗമമായി പോകണമെങ്കിൽ പരിശുദ്ധാത്മാവ് ഇല്ലാതെ പറ്റില്ല. ഇന്ന് രാത്രി സഭ ചോദിക്ക്, എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചില മേഖലയെ ഫുൾഫിൽ ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവ് ചില മേഖലകളെ ഇന്ന് രാത്രി നിയന്ത്രിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ചില മേഖലകളെ നിയന്ത്രിക്കുകയാണ്. ചില മേഖലകളെ പരിശുദ്ധാത്മാവ് നിറയ്ക്കുകയാണ്. സഭ ഒന്നിച്ചു പ്രാർത്ഥിക്കുക, അല്ല സംഘം ഒന്നിച്ചു പ്രാർത്ഥിക്കുക. കർത്താവേ, ആത്മാവിനെ തരണേ. അങ്ങ് പറഞ്ഞിട്ട് പോയ പരിശുദ്ധാത്മാവിന് ദാനമില്ലേ, ഞങ്ങളിലേക്കൊന്ന് ഇറങ്ങി വരണേ. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ, കൊടിയ കാറ്റടിക്കും പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാലക്കത്ത നാവുകൾ അവരുടെ നടുവിൽ പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. 120 പേർ കൂടിയിരിക്കുമ്പോൾ 110 പേരുടെ മേലല്ല, 109 100 പേരുടെ മേലല്ല, അവരെല്ലാവരും. ഞാൻ ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നതാ, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇവിടെ ചലിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞു മുതൽ ഏറ്റവും മുതിർന്നവർ വരെ, ഞാൻ പകൽ പറഞ്ഞതുപോലെ ഈ നദിക്കകത്ത് ഇന്ന് രാത്രി ഇറങ്ങണം. സന്തോഷം ഉണ്ടെങ്കിൽ രാമേം പറ. ഹല്ലേലൂയ. ഈ സാന്നിധ്യം, ഈ പരിശുദ്ധാത്മാവിന്റെ നിറവ് ഇറങ്ങി വന്ന സമയത്ത് ഒരു ഭയങ്കര മുഴക്കമുണ്ടായി, അല്ലേ? മുഴക്കമുണ്ടായി. മുഴക്കമുണ്ടായ സമയത്ത് എല്ലാവരും അവിടേക്ക് ഓടിക്കൂടി.
ഓടിക്കൂടിയപ്പോൾ ഇവർ സംസാരിക്കുന്ന ഭാഷയ്ക്കകത്ത് നിന്ന് വന്നുകൂടിയ ആളുകൾ ഏകദേശം ഒരു 15 ഭാഷക്കാരുണ്ട്. അവർ പറയുന്നൊരു വാക്ക്, ഇവർ ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ പ്രസ്താവിക്കുന്നു എന്ന്. അപ്പോൾ ഇവർ വാ തുറന്ന്, പത്രോസൊക്കെ വിദ്യാഭ്യാസം ഇല്ലാത്ത മനുഷ്യനാണ്, മീൻപിടുത്തക്കാരനാണ്, പക്ഷേ വാ തുറന്ന് പറയുന്നത് മുഴുവൻ ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ. സ്തോത്രം. നമുക്കറിയാമല്ലോ നമ്മുടെ പിതാക്കന്മാരെയൊക്കെ ദൈവം ഉപയോഗിച്ച വിധങ്ങൾ. അവർക്ക് വലിയ വിദ്യാഭ്യാസമോ വലിയ ജോലിയൊന്നും ഇല്ലായിരുന്നു, പക്ഷേ അവരൊക്കെ സാധാരണ നിലയിൽ മുൻപോട്ട് പോയവരാണ്. പക്ഷേ അവർ പ്രസംഗിക്കുന്ന ഇടത്ത് പരിശുദ്ധാത്മ ഉറങ്ങും. പരിശുദ്ധാത്മ ഉറങ്ങിയാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും. എത്ര പേർ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്? ഒരു പുതിയ കാലഘട്ടം അങ്ങനെ തുറന്നു വരട്ടെ. വ്യാജന്മാരുടെ ഒരു കാലഘട്ടം ഇന്ന് രാത്രി പൊളിയട്ടെ. പുതിയ ആത്മാവിൽ ചലിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇന്ന് രാത്രി പുറത്തു വരട്ടെ. സന്തോഷമുണ്ടെങ്കിൽ ചേർന്ന് ആമേൻ പറയാം. ഇനി നിങ്ങൾ കേട്ടോണം, ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടോണം. പത്രോസ് ഇങ്ങനെ ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു ദൈവത്തിന്റെ വൻകാര്യം പ്രസ്താവിക്കുന്നു. ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു എന്താ? ഇവര് വീഞ്ഞ് കുടിച്ചിട്ട് ലക്കും ലഗാനും ഇല്ലാതെ പറയുന്ന ഓരോ കാര്യങ്ങളാണ്. അപ്പൊ ഏത് നിറവിനകത്തും 2 അഭിപ്രായം വരും കേട്ടോ. പ്രസംഗത്തിന് ഒത്തിരി അഭിപ്രായം ഉണ്ടെങ്കിലും ഏത് നിറവിനകത്തും 2 അഭിപ്രായം വരും. ഒരു കൂട്ടം പറയുന്നത് ദൈവത്തിന്റെ വൻകാരിയാണ്, ഒരു കൂട്ടം പറയും ചുമ്മാ ഒരു എന്താ പറയുന്നത്, ചുമ്മാ ഒരു ഇളക്കപ്പരിപ്പാണ്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? 2 അഭിപ്രായം പൊങ്ങി. ഈ 2 അഭിപ്രായം പൊങ്ങി വന്നപ്പോൾ പത്രോസ് 11 പേരോടുകൂടെ എഴുന്നേറ്റങ്ങ് നിന്നു. കേൾക്കുന്നുണ്ടോ? 11 പേരോടെ എഴുന്നേറ്റ്. 11 പേരോടെ എഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ 11 അപ്പോസ്തലന്മാരായിരിക്കാം. കേൾക്കുന്നുണ്ടോ? ഇവർക്ക് യാതൊരു കുശുമ്പോ യാതൊരു പ്രയാസമോ പത്രോസിനോട് ഇല്ല. ഇവരെല്ലാം ഒറ്റ മനസ്സോടെ നിൽക്കുക. കേൾക്കുന്നുണ്ടോ? 11 പേരോടുകൂടെ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് 3-ാം മണിയേ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ രാവിലെ 9 മണിയേ ആയിട്ടുള്ളൂ. ഇപ്പോൾ രഹലി പിടിച്ച് ഇങ്ങനെ സംസാരിക്കുന്ന സമയമല്ല. അച്ഛാ, ഇതിൻ്റെ വിഷയം എന്താണെന്നറിയോ? സഹോദരങ്ങളോട് പറയുക, സാറേ, കൂടി വന്ന പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ വിഷയം എന്താണെന്നറിയോ? ഇത് യോവേൽ പ്രവചിച്ച പ്രവചനത്തിന് നിവൃത്തിയാണ്. എന്താ യോവേൽ പ്രവചിച്ചേ? അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും മനസ്സിലാകുന്നെങ്കിൽ രാമേൻ പറ. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നാൽ ദൈവം ചിലത് നിവർത്തീകരിക്കും. സന്തോഷം ഉണ്ടെങ്കിൽ രാമേൻ പറ. 2 നിവർത്തികൾ അവിടെ കാണാം. 2 നിവർത്തികൾ. ഒന്ന്, ദൈവം പൊതുവായി പറഞ്ഞൊരു ദൂതാണ്. എന്താ പറഞ്ഞേ? യോവേൽ പ്രവാചന പുസ്തകത്തിൽ അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും, പൊതുവായി പറഞ്ഞൊരു ദൂതല്ലേ, അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ. അതവിടെ നിവൃത്തിയായോ? ഒരു വിധത്തിൽ നിവൃത്തിയായി അല്ലേ? അത് നാം ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നാം ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും ഉപവസിച്ചും ഒക്കെ കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു ആത്മതലം പ്രിയ അങ്കിള് പ്രാർത്ഥിച്ചു പറഞ്ഞു, ഇന്ത്യ മുഴുവൻ വിടുവിക്കപ്പെടണം, ഇന്ത്യയിൽ മുഴുവൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇറങ്ങണം. സന്തോഷത്തോടെ കരമൊന്ന് ഉയർത്തി ഒരു ആമേൻ പറഞ്ഞേ. അങ്ങനെ പ്രാർത്ഥനകളൊക്കെ ഉയർന്നോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇനി നിങ്ങൾ കേട്ടോ പ്രിയപ്പെട്ടവരെ, അത് ദൈവം പൊതുവായി പറഞ്ഞൊരു ദൂതിൻ്റെ നിവൃത്തിയാണ്. ഇനി ആ ദൂതിൻ്റെ അടുത്തൊരു നിവൃത്തിയുണ്ട് കേട്ടോ. അടുത്ത നിവൃത്തി എന്താണെന്നറിയാവോ? ഒരിക്കൽ ഗനസരെ തടാകത്തിൻ്റെ കരയിൽ വെച്ച് മീൻ പിടുത്തക്കാരനായ പത്രോസ് ആ പടകിൽ നിന്നിറങ്ങി വല കൈക്കൊണ്ടിരിക്കുമ്പോൾ യേശു ആ പടകൊന്ന് സ്വീകരിച്ചിട്ട് പറഞ്ഞു. യേശു പടക് സ്വീകരിച്ചിട്ട് പത്രോസിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, പത്രോസേ, ആ പടക് എനിക്ക് പ്രസംഗിക്കാനുള്ളൊരു പ്ലാറ്റ്ഫോമാക്കി നീ തരണം. വേദപുസ്തകം പറയുന്ന യേശു പത്രോസിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, പത്രോസേ, ആഴത്തിലേക്ക് മീൻപിടുത്തത്തിന് വേണ്ടി വലയിറക്കുവീൻ. പെട്ടെന്ന് പത്രോസ് പറഞ്ഞ കാര്യം, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. പക്ഷെ നിന്റെ വാക്കിന് വലയിറക്കാമെന്ന് പറഞ്ഞ്, എങ്കിലും നിന്റെ വാക്കിന് വലയിറക്കാമെന്ന് പറഞ്ഞ് ആ വല ആ കടലിലേക്ക് ഇറക്കുമ്പോൾ പെരുത്ത മീൻകൂട്ടം കിട്ടി. കേൾക്കുന്നുണ്ടോ എല്ലാവരും? പെരുത്ത മീൻകൂട്ടം കിട്ടി. വല കീറാറായി. വല കീറിയില്ല, പെരുത്ത മീൻകൂട്ടം കിട്ടി. വല കീറാറായി. ആ വലയിൽ നിന്ന് മത്സ്യം പടകിലേക്ക് എടുത്തിട്ടു. പടക് മുഴുവൻ നിറഞ്ഞു. മറ്റു പടകളെ മാടി വിളിച്ചു. ആ പടകം നിറച്ചു. പെട്ടെന്ന് പത്രോസ് വായ തുറന്ന് നസ്രയന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, ഞാൻ പാപിയായൊരു മനുഷ്യനാകും, എന്നെ വിട്ടുപോണം. നിറവ് കണ്ടപ്പോൾ പാവോനം എന്ന മനുഷ്യനാണ് പത്രോസ്. അവൻ പറഞ്ഞ വാക്ക്, ഞാൻ പാപിയായ മനുഷ്യനാ, എന്നെ വിട്ടു പോകണം. പെട്ടെന്ന് പത്രോസിനെ മുഖത്തേക്ക് നോക്കി യേശു പറഞ്ഞു, പത്രോസേ, ഞാൻ നിന്നെ മനുഷ്യനെ പറഞ്ഞു മനുഷ്യനെ പിടിക്കുന്നവനാക്കും. വേദപുസ്തകം പറയുന്നത് അവൻ പടകും വലയും വിട്ടിട്ട് യേശുവിനെ അനുഗമിച്ചു.
അപ്പോൾ യേശു പറഞ്ഞൊരു സന്ദേശം 3.5 വർഷത്തിന് തുടക്കം യേശുവിൻ്റെ ശുശ്രൂഷയുടെ ആദ്യഘട്ടത്തിൽ പത്രോസിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, പത്രോസേ, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. ഈ ദൂത് നിറവേറിയത് അപ്പോസ്തലപ്രവൃത്തി 2-ലാണ്. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നാൽ പൊതുവായി ദൈവം പറഞ്ഞതും വ്യക്തിപരമായി ദൈവം പറഞ്ഞതും നിറവേറ്റപ്പെടും. സന്തോഷം ഉണ്ടെങ്കിൽ ഞാൻ PMG ദൈവസഭയോടാ പ്രവചിക്കുന്നേ, കോട്ടയംകാരോടല്ല, നിങ്ങളോടാ പ്രവചിക്കുന്നേ. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ചലിച്ചാൽ പൊതുവായി സഭയോട് ദൈവം ഇടപെട്ടത്, വ്യക്തിപരമായി നിങ്ങളോട് ദൈവം ആഴമായി ഇടപെട്ടത് ഈ ദിവസം നിവർത്തീകരിക്കപ്പെടാൻ പോകുകയാണ്. സന്തോഷം ഉണ്ടെങ്കിൽ കരമൊന്ന് ഉയർത്തിയോ കരമൊന്ന് അടിച്ചോ ദൈവത്തിന് സ്തോത്രം ചെയ്ത് എത്ര പേർ ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നുണ്ട് ഒരു പരിശുദ്ധാത്മാവിന്റെ നിറവ്? ഇത് സത്യത്തിന്റെ ആത്മാവാണ്, ഇത് ബലത്തിന്റെ ആത്മാവാണ്, ഇത് ശക്തിയുടെ ആത്മാവാണ്. ഈ രാത്രി ആ പരിശുദ്ധാത്മാവിനാലാണ് നമ്മെ വീണ്ടെടുപ്പ് നാളിൽ മുദ്ര വെച്ചിരിക്കുന്നത്. എത്ര പേർ ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നു? Come on, വാ തുറന്നു പറ, എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം. ഞാൻ പകലും രാത്രിയും കർത്താവിനോട് പറഞ്ഞു പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയണം. പകല് ഞാൻ പറഞ്ഞു നദിയെ കുറിച്ച്. ഇന്ന് രാത്രി ആത്മാ പറയുന്നു ആ നദി ഇന്ന് രാത്രി ആ നദി ഒരു വ്യക്തിത്വമുള്ള നദിയാണ്. അത് ദൈവമാണ്, അത് പരിശുദ്ധാത്മാവാണ്. ഇന്ന് രാത്രി ആ നദി ഇതിനകത്ത് ചലിക്കുന്നു. വിശ്വസിക്കുന്നവർ മാത്രം കരമൊന്നടിച്ച് പരിശുദ്ധാത്മാവിന്റെ ചലനമുണ്ടാകട്ടെ, പരിശുദ്ധാത്മാവിന്റെ ചലനമുണ്ടാകട്ടെ. ഇന്ന് രാത്രി കുഞ്ഞുങ്ങളെല്ലാം ശ്രദ്ധിച്ച് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി ആഗ്രഹിക്കുക, പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി ആഗ്രഹിക്കുക. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവ്. അന്യഭാഷ പ്രാപിച്ച ദൈവദാസന്മാർ അന്യഭാഷയിൽ പ്രാർത്ഥിച്ച് കമോൺ ഇന്ന് രാത്രി ഒരു ആത്മ നിറവിടെ സംഭവിക്കട്ടെ. ഇന്ന് രാത്രി PMG ചർച്ചിന്റെ തുടക്കങ്ങളിൽ വ്യാപരിച്ചത് ആത്മീയ നിറവ് ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഇതിനകത്ത് ആവർത്തിക്കപ്പെടട്ടെ. ഈ കോമ്പൗണ്ടിലേക്ക് കാലുകുത്തുന്നവർ പാപബോധത്താൽ നിറയപ്പെടട്ടെ. കമോൺ ഇവിടെ ആരാധിക്കുമ്പോ ഭൂതങ്ങൾ അങ്ങകലെ അഴിയട്ടെ. ഇവിടെ ആരാധിക്കുമ്പോ അന്ധകാര ശക്തി വെച്ചിരിക്കുന്ന എല്ലാ വെച്ച പൂജകളും യേശുവിന്റെ നാമത്തിൽ തകരട്ടെ. വിശ്വസിക്കുന്നവർ പരിശുദ്ധാത്മാ ഹോളി സ്പിരിറ്റ് ആത്മാവിനെ വാഞ്ചിച്ച് പരിശുദ്ധാത്മാവിനെ ആഗ്രഹിച്ച് അപ്പാ എനിക്ക് ശുശ്രൂഷ ചെയ്യണമെങ്കിൽ അവിടുത്തെ ആത്മാവിന്റെ സഹായം വേണം. ബുദ്ധി എനിക്കുള്ളപ്പോൾ തന്നെ ആത്മാവ് എന്റെ മേലില്ലെങ്കിൽ ആ പ്രസംഗം കൊണ്ട് ആർക്കും ജീവൻ ഉണ്ടാകില്ല. പരിശുദ്ധാത്മാവേ ആ ശക്തി എന്റെ മേൽ. എഴുന്നേൽക്കാൻ കഴിവുള്ളവർ ഒന്ന് എഴുന്നേറ്റ് യേശുവിന് അധികാരമുള്ള നാമത്തിൽ എഴുന്നേൽക്കാൻ കഴിവുള്ളവർ മാത്രം മതി കേട്ടോ. പ്രായമുള്ളവരോട് ഞാൻ നിർബന്ധിക്കുന്നില്ല, മുതിർന്ന ദൈവദാസന്മാരോട് നിർബന്ധിക്കുന്നില്ല. ബാക്കിയുള്ളവരെല്ലാം ഒന്ന് എഴുന്നേറ്റ് വാ തുറന്ന് പ്രാർത്ഥിക്ക്, വാ തുറന്ന് അന്യഭാഷയിൽ പ്രാർത്ഥിക്ക്. കമോൺ, വിശ്വസിക്കുന്നവർ മാത്രം അന്യഭാഷയിൽ പ്രാർത്ഥിക്ക്. അലസതയോടെ ആരും നിൽക്കരുത്, അലസതയോടെ ആരും ഇരിക്കരുത്. വാ തുറന്ന് ഇന്ന് രാത്രി 11 പേരോടുകൂടെ പത്രോസ് നിന്നതുപോലെ ദൈവദാസന്മാരുടെ കൂടെ ഞാൻ നിൽക്കുകയാ. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ആത്മപകർച്ചകൾ സംഭവിക്കട്ടെ, ആത്മപകർച്ചകൾ നടക്കട്ടെ. ഒരു ഭയങ്കര ഇമ്പാക്റ്റേഷൻ. മിണ്ടാതിരിക്കരുത്, വാ തുറക്ക്. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണങ്ങൾ ചിലരുടെ മേൽ വരുന്നു. പരിശുദ്ധാത്മാവ് ചിലരെ പുറത്തെടുക്കുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചിലരെ കെട്ടുപൊട്ടിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചിലരെ വെളിയിൽ കൊണ്ടുവരുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം.
പാപബോധം കൊണ്ട് ജനം കരയട്ടെ. പാപബോധം കൊണ്ട് ഈ കോമ്പൗണ്ടിൽ കയറി വരുന്നവർ കരയട്ടെ. പാപബോധം കൊണ്ട് ഈ സ്ട്രീറ്റിലുള്ളവരെല്ലാം ദൈവസന്നിധിയിൽ അടുത്തു വരട്ടെ. യേശുവിൻ നാമത്തിൽ പരിശുദ്ധാത്മാവേ അങ്ങ് ഇറങ്ങണമേ. പട്ടത്ത്, പാളയത്ത്, ട്രിവാൻഡ്രം സിറ്റിക്കകത്ത് നിന്നും നിലച്ചും പോയ, വരണ്ടുപോയ ഒരാത്മപ്രവാഹം ഇന്ന് രാത്രി ജനത്തിന് മേൽ. ഹോളി സ്പിരിറ്റ് മൂവ്. ജനത്തെ തൊടുന്നു. കൃപാവരങ്ങൾ ജ്വലിക്കട്ടെ, കൃപാവരങ്ങൾ ജ്വലിക്കട്ടെ, കൃപാവരങ്ങൾ ജ്വലിക്കട്ടെ. പ്രവചിക്കട്ടെ. ചിലർ ദർശനങ്ങൾ കാണട്ടെ. ചിലർ ഇന്ന് രാത്രി സ്വപ്നങ്ങൾക്ക് അന്ന് ബന്ധക്കോസ്തിൽ ഇറങ്ങിയ ദൈവമഹത്വം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രിയിലും ദൈവത്തിൽ കർത്താവിന്റെ വരവ് താമസിച്ച നാളെയും അത് തുടരുവിടെ. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ആ ശക്തി ജനമേൽ വ്യാപരിക്കും. Holy Spirit, Holy Spirit, Holy Spirit. Shabarabala gadala. Howdy biribi kaprabadi. Ardal kada jala dara dara dara. Oh, Hashabarakata baba, Shambaba rakata sihata, Rabala gachasi, Rabali gandara jala, Arka parkshasvedi alkarachasi, Rabakata baniya sakada, Veda prabaturi shandal karadi. ഒരു ഭയങ്കര നിറവിന്റെ ശുശ്രൂഷകൾ ഇന്ന് രാത്രി പുറത്തു വരട്ടെ. പോകുന്ന ഇടത്ത് നിറവിന്റെ ശുശ്രൂഷകൾ, പോകുന്ന ഇടത്ത് എത്ര ട്രൈ ആയി കിടക്കുന്ന മേഖലയാണെങ്കിലും നിറവിന്റെ ശുശ്രൂഷകൾ ചെയ്യാൻ ഇന്ന് രാത്രി അഭിഷക്തന്മാരെ പുറത്തെടുക്കുക. ദൈവം നിന്റെ ശബ്ദത്തിനകത്ത് അഭിഷേകം വ്യാപരിക്കുന്നു. നിന്റെ വാക്കുകൾക്കകത്ത് അഭിഷേകം വ്യാപരിക്കുന്നു. നീ ഒരു വാക്ക് പറഞ്ഞാൽ അതങ്ങനെ സംഭവിക്കാൻ പോകുന്നു. യേശുവിന് അധികാരമുള്ള പൊന്ന് വെള്ളി ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രയനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞപ്പോ അവന്റെ കാലും നരിയാണിയും ഉറച്ച് അവൻ നടന്നും തുള്ളിയും ദേവാലയത്തിൽ പ്രവേശിച്ചതുപോലെ നിന്റെ വാക്കിനകത്ത് അത്ഭുതങ്ങൾ. Holy Spirit, Howdy bibi shandal kara sadara jala gada gada arba daya mana shandal karaba arba daya barakadalasi marga badal yasi. Holy Spirit, എല്ലാ കണ്ണും അടച്ച് ആ കരം ഒന്ന് ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചോട്ടെ. യേശുവേ നാഥ അങ്ങേ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. തലകളെ നമുക്ക് വീണ്ടും മണക്കാം. ഇന്ന് രാത്രികാലവും ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി നമ്മോട് സംസാരിച്ചല്ലോ.
അളവ് കൂടാതെ പരിശുദ്ധാത്മാവിനെ തരുന്ന, ചോദിച്ചാൽ എത്രയധികം തരുമെന്ന് നമുക്ക് വാക്ക് തന്ന കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തി ഇതുവരെ അനുഭവിച്ചതിൽ നിന്ന് ഉപരിയായി ഒരു വലിയ അളവിൽ വരും ദിനങ്ങളിൽ ഇന്ന് രാത്രി ഞങ്ങളുടെ മേൽ പിന്നെയും പകരണമേ എന്നുള്ള പ്രാർത്ഥനയോടെ കേട്ട വചനത്തിന് മുൻപിൽ ഒരു നിമിഷം നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ ചിതറിയിരുന്ന ശിഷ്യന്മാർ ഒന്നിച്ചു കൂടുവാനിടയായി. പെന്തക്കോസ്തിന്റെ അനുഭവത്തിന് ഒരു ഐക്യതയുണ്ട്, ഒരു ഒരുമനയുണ്ട്, ഒരു ചേർന്ന് വരവുണ്ട്. രാത്രി അങ്ങനെയെങ്കിലോ നമ്മുടേതായ ജീവിതാനുഭവങ്ങളില്, ഹല്ലേലൂയ, നമ്മുടെ ഭവനങ്ങളില്, നമ്മുടെ കൂട്ടായ്മകളിൽ, കൂടിവരവുകളില്, കൂട്ടായ്മയുടെ അനുഭവങ്ങളില് ഒന്നിച്ചു വരുന്ന അനുഭവങ്ങൾ ദൈവം നമ്മിൽ നിന്ന് എപ്പോഴും ആഗ്രഹിക്കുന്നു. ഒന്നിച്ചു വന്നു കഴിഞ്ഞാൽ ഹാലിൽ പരിശുദ്ധാത്മാവ് അവരുടെ മധ്യ പരിവർത്തിക്കും. ഹാലിൽ 1-ാം നൂറ്റാണ്ടിൽ അത് അതുപോലെ പ്രവർത്തിച്ചുവെങ്കിൽ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്ന് ദൈവം നമുക്ക് തരുന്ന എല്ലാ അനുഭവങ്ങളെയും ഓർത്ത് നന്ദിയോടെ എല്ലാവരും കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. എവിടെയെങ്കിലും അകലം വിട്ടുള്ള പോക്കുണ്ടെങ്കിൽ, ചർച്ചയില്ലായ്മകൾ ഉണ്ടെങ്കിൽ, ദൈവമക്കളെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതിന് തടസ്സം അതാണ്. കൂടി വന്നവർ ഒരു ഹൃദയമുള്ളവരായിരുന്നു, അവർക്കൊരു കൃപാവരത്തിനും കുറവില്ലായിരുന്നു. ഇന്ന് രാത്രി കർത്താവിൻ്റെ വരവടുത്തിരിക്കുന്നു. ചിത്രിച്ചും ഭിന്നിച്ചും പോകുവാനല്ല, ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലാ ആത്മാവിൽ നാം ഒന്നായി പോകുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മധ്യ പരിവർത്തിപ്പാനിടയാകും. അത് സൗഖ്യമായി വ്യാപരിക്കും, അത് വിടുതലായി വ്യാപരിക്കും, അത് അത്ഭുതങ്ങളായി തീരും, അടയാളങ്ങളായി തീരും. ദൈവസഭ വർദ്ധിക്കുന്നതിന് അത് കാരണമാകും. ഇന്ന് രാത്രി അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, അവരുടെ മേൽ പതിഞ്ഞതായ ആത്മാവിന്റെ ശക്തി വരും ദിനങ്ങളിൽ അളവറ്റ അനുഭവത്തില് നമ്മുടെ മേലൊന്ന് പതിയുവാൻ, ഓരോരുത്തരുടെ മേലും പതിയുവാൻ, ഓരോരുത്തരുടെ മേൽ എൻ്റെ മേലൊന്ന് പതിയണമേ കർത്താവേ, എൻ്റെ മേൽ അതൊന്ന് പതിയണമേ കർത്താവേ. നമുക്കിന്ന് രാത്രിയിലും ദൈവത്തോട് പ്രാർത്ഥിക്കാം, അത് വലിയൊരളവിൽ എൻ്റെ മേലൊന്ന് പതിയണമേ എന്ന്. ഈ ഉപവാസ ദിനങ്ങളിൽ ആത്മാവിനെ ഏറ്റുപ്രാപിച്ചവരായി ശക്തിയോടെ മുന്നോട്ട് പോകുവാൻ ഇന്ന് രാത്രികാലം നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ശുശ്രൂഷിപ്പാൻ കർത്താവിൻ്റെ ദാസനെ ഇന്ന് പകലും രാത്രിയിലും ശക്തമായി ദൈവം ഉപയോഗിപ്പാനിടയായല്ലോ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച് പിന്നെയും പറയുവാൻ ദൈവം ഇടയാക്കി. നരിയാണിയോളമല്ല, മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയാലും കടപ്പാൻ കഴിയാത്ത ഒരാത്മപ്രവാഹം ദൈവം നമുക്ക് തരുവാൻ മതിയായവനായി ഇന്ന് രാത്രിയും ദൈവം നമ്മുടെ മധ്യയിൽ ഉണ്ടല്ലോ. കേൾക്കപ്പെട്ട വചനത്തിന് മുൻപിൽ ഒരു നിമിഷം സമർപ്പിച്ച് നാവ് തുറന്ന് അല്പസമയം ഒന്ന് സ്തോത്രം പറഞ്ഞാട്ട് അധരം തുറന്നൊന്ന് സ്തോത്രം പറയാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കേട്ട വചനത്തെ യഥാർത്ഥമായി ഏറ്റെടുത്തുകൊണ്ട് വരും ദിനങ്ങളിൽ ഉപവാസ ദിനങ്ങൾ ചുരുക്കം നമ്മുടെ മുൻപിലുള്ളപ്പോൾ കർത്താവെ പ്രാപിച്ചതിനുപരിയായി അത്യന്ത ശക്തി ഒന്ന് അനുഭവിപ്പാൻ, അകത്തെ മനുഷ്യൻ ഒന്ന് ബലപ്പെടുവാൻ, ഹല്ലേലൂയ, സ്തോത്രം, അധികം ശക്തിയോടെ മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി ശുശ്രൂഷിപ്പാൻ കർത്താവിൻ്റെ ദാസനെ രാത്രിയിലും പകലും ദൈവം കരങ്ങളിലെടുത്തല്ലോ. തൻ്റെ ശുശ്രൂഷകൾ കടന്നു പോകുന്ന സ്ഥാനങ്ങളിൽ ശക്തമായി ദൈവം ഉപയോഗിക്കേണ്ടതിനായി വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. തൻ്റെ കുടുംബത്തെ, കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. 21 ദിവസം പൂർണ്ണമായി ഭാഗ്യമായി ഉപവസിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. രോഗികളായിരിക്കുന്ന എല്ലാവർക്കും ദൈവം സൗഖ്യം നൽകട്ടെ. വരും ദിനങ്ങളിൽ കടന്നു വരുവാൻ ഹല്ലേലൂയ ദൈവത്താൽ നിയോഗിതരായിരിക്കുന്ന എല്ലാ ഭക്തന്മാരും അതത് സമയങ്ങളിൽ കടന്നു വന്ന് നമുക്ക് മാറ്റമില്ലാത്ത അന്ത്യകാല വചനങ്ങൾ നമ്മെ ഹല്ലേലൂയ വിടുവിക്കുന്ന, ഉണർത്തുന്ന വചനങ്ങൾ പിന്നെയും തരേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നാം എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ കേൾക്കപ്പെട്ട ശുശ്രൂഷയെ വഹിച്ച് നാം എല്ലാവരും സമർപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ ദാസൻ പാസ്റ്റർ മനോജ് കെ ബാബു മുൻപോട്ട് കടന്നു വന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രൈസ് ഗോഡ്. നമ്മുടെ കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന സ്വർഗ്ഗീയ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഹല്ലേലൂയ, ഇവിടെ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയുടെ 12ാമത്തെ രാത്രികാലം
അങ്ങയുടെ സന്നിധിയിലേക്ക് ഇളവരാ നടികൾക്ക് കടന്നു വരുവാൻ എൻ്റെ ദൈവമേ നീ ഞങ്ങളെ സഹായിച്ച അങ്ങയുടെ വലിയ ദയക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിച്ച് ആരംഭിച്ച നിമിഷം മുതൽ ഇതുവരെയും ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യത്തിന് കീഴിലായിരിക്കാൻ എൻ്റെ ദൈവമേ നീ ഞങ്ങളെ ഇടയാക്കിയത് ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഹല്ലേലൂയ സെക്ഷനുകളിലെല്ലാം ദൈവത്തിൻ്റെ വലിയ കൃപ ഓരോരുത്തർക്കും അനുഭവിപ്പാൻ എൻ്റെ ദൈവമേ ഇടയാക്കി തീർത്തത് ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് രാത്രികാലം വീണ്ടും അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്ത് വരുവാൻ, പാടുവാനും പ്രാർത്ഥിപ്പാനും ആരാധിപ്പാനും ദൈവവചനം കേൾക്കുവാനും എല്ലാം ഇന്ന് രാത്രികാലം ഞങ്ങളെ സഹായിച്ചത് ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ശബ്ദം അടിയങ്ങളെ കേൾപ്പിച്ചത് ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ ഹല്ലേലൂയ എല്ലാവരും ഒന്നിച്ച് കൂടിയിരുന്നത് പോലെ ഹല്ലേലൂയ സ്തോത്രം, അവിടെ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഹല്ലേലൂയ കാണുവാനിടയായി തീർന്നതുപോലെ, ആമേൻ, ആത്മാവിൻ്റെ വലിയ പ്രവൃത്തി കാണുവാനിടയായി തീർന്നതുപോലെ ഇന്ന് രാത്രികാലം ഹല്ലേലൂയ സ്തോത്രം കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ ആമേൻ കൂടിയിരിക്കുന്ന അങ്ങയുടെ ജനത്തോട് ദൈവം മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ച അനേക വിഷയങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ വിടുതൽ കാണുവാൻ കർത്താവേ, ഈ 2025 തീരുന്നതിന് മുമ്പ് കർത്താവേ ചില അത്ഭുത പ്രവർത്തികൾ ഞങ്ങളുടെ ജീവിതത്തിൽ കാണുവാൻ എൻ്റെ ദൈവമേ അങ്ങ് ഇടയാക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളാൽ ഇന്ന് രാത്രികാലം ദൈവമേ എന്ന് ഞങ്ങളെ നിറയ്ക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ഉപവാസം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ഒരു പുതിയ ശക്തിയോടെ, പുതിയ ആത്മാവോടെ ഹല്ലേലൂയ സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ എഴുന്നേൽപ്പാൻ എൻ്റെ ദൈവമേ അങ്ങ് ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഞങ്ങളുടെ രോഗികളെ ദൈവം സൗഖ്യമാക്കണമേ, ബലഹീനരെ ദൈവം ശക്തിപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, ഒരു വലിയ ഹല്ലേലൂയ ആത്മാവിൻ്റെ ശക്തി പ്രാപിക്കുവാൻ എൻ്റെ ദൈവമേ നീ ഞങ്ങളെ ഇടയാക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ സന്നിധിയിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടുമായിരിക്കുന്ന അങ്ങയുടെ ജനത്തോട് ദൈവം മനസ്സലിയമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മേൽത്തരമായ ഗോതമ്പ് കൊണ്ടും പാറയിലെ തേൻ കൊണ്ടും ഞാനവരെ പോഷിപ്പിക്കുമെന്ന് അരുളി ചെയ്തതുപോലെ ഇന്ന് രാത്രികാലം ഹല്ലേലൂയ സ്തോത്ര ഉപവസിക്കുന്ന ജനത്തിന് വേണ്ടതായ പ്രത്യേകമാകുന്ന കൃപ ഹല്ലേലൂയ ശക്തി എൻ്റെ ദൈവമേ അങ്ങ് നൽകുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം കർത്താവേ, ഹല്ലേലൂയ, ഭാഗ്യമായും പൂർണ്ണമായി ഉപവസിക്കുന്ന എല്ലാവരെയും ഇന്ന് രാത്രികാലം ദൈവം അങ്ങ് ബലപ്പെടുത്തി ശക്തീകരിക്കുക ചെയ്യുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് രാത്രികാലം ദൈവനെ ശുശ്രൂഷ ഞങ്ങളുടെ ദാസനെയും തിരിക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദാസനെ ദൈവം അനുഗ്രഹിക്കണമെന്നതിന്റെ മടക്കയാത്രയിൽ ദൈവത്തിന്റെ വലിയ കൃപ കൂടെ ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ശുശ്രൂഷിക്കുന്ന ഞങ്ങളുടെ ദൈവദാസന്മാരെ രണ്ടുപേരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവം സഹായിക്കണമേ, ബലപ്പെടുത്തുമാറാകണമേ. ഉപവാസത്തോടും പ്രാർത്ഥനയോടുമായിരിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രത്യേകമായ കൃപയ്ക്കുള്ളിൽ ദൈവം മറച്ചുകൊള്ളുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇത്രത്തോളം എല്ലാം ദൈവം ഞങ്ങളെ സഹായിച്ച അങ്ങനെ വലിയ ദയക്കായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. തുടർന്ന് നടക്കുന്ന എല്ലാ മീറ്റിങ്ങുകളിലും ദൈവത്തിന്റെ വലിയ കൃപ അങ്ങ് പകരുമാറാകണമേ. അങ്ങയുടെ ദാസന്മാരെ പ്രത്യേക കൃപയാൽ ഹല്ലേലൂയ ദൈവം അങ്ങ് അയക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, താഴ്ത്തി ഞങ്ങളെല്ലാവരും തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം, സമാധാനത്തോടെ ഞങ്ങളെ പറഞ്ഞയക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് മറുപടി തന്നതിനാൽ ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം, 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 സ്തോത്രം. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാം യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിച്ച് വഴി നടന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും നാം ഏവരോടും, നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും, 21 ദിവസം ഉപസിക്കുന്ന എല്ലാ ദൈവമക്കളോടും, ഇന്ന് രാത്രികാലവും പകലും അനുഗ്രഹിത ശുശ്രൂഷ ചെയ്ത കർത്താവിൻ്റെ ദാസനോടും ഇന്നു മുതൽ എന്നേക്കും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് രാത്രി നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ, വേഗം വരണമേ. ആമേൻ, ആമേൻ. നാളെ പകലും രാത്രിയിലും കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോർജ് അടൂര് നമ്മുടെ മധ്യയിൽ ശുശ്രൂഷിക്കും. എല്ലാ ദൈവജനവും സമയത്ത് തന്നെ കടന്നു വരിക.